അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ ഏൽപ്പിച്ച സമ്പത്ത് അവൻ ചെലവഴിക്കാൻ പറഞ്ഞ ആളുകളിൽ വേണ്ട വിധം ചെലവഴിക്കുകയും അതിൽ നിന്ന് ഒരു ചെറിയ ഭാഗം പോലും ദുർവ്യയം ചെയ്യാതെ ദുരുപയോഗം വരുത്താതെ സാമ്പത്തിക രംഗം നല്ല രീതിയിൽ ക്രമീകരിക്കാൻ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുരുപയോഗം ചെയ്യുന്ന ആളുകൾക്ക് പറഞ്ഞു വെച്ച വിശേഷണം ഒരു മുസ്ലിമിന് ഒരിക്കലും ചേരാത്തതാണ്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്വീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ. ദുർവ്യയം ചെയ്യുന്ന ആളുകൾ അവർ ശൈത്താന്മാരുടെ കൂട്ടാളികളാണ്, സഹോദരങ്ങളാണ്. പിശാചിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവന്റെ സ്വഭാവം വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കഴിവുകളാണ് ശൈത്വാനും ഉള്ളത്. ആ കഴിവുകൾ മുഴുവനും ഉപയോഗപ്പെടുത്തുന്നത് റബ്ബിന് നന്ദികേട് ചെയ്യാനാണ്. സമ്പത്ത് ദുരുപയോഗം ചെയ്യുന്ന ആളുകളുടെ അവസ്ഥയും അതേ പരുവത്തിലേക്കാണ് എത്തിച്ചേരുക. അതുകൊണ്ടാണത് കൂടുതൽ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും നമ്മെ ഉണർത്തിയത്. വിവിധയിടങ്ങളിൽ നമുക്ക് കാണാം, വലിയ ഐശ്വര്യം നൽകി അള്ളാഹു അനുഗ്രഹം നൽകിയ ആളുകൾ, പക്ഷെ അതിൽ ഒരൽപ്പം പോലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഭാഗ്യം ലഭിക്കാതെ പോയതെന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ കിട്ടുന്ന ഉത്തരം അവരുടെ ദുർവ്യയമാണ്. ദുരുപയോഗം മൂത്ത് അവരുടെ ഇഷ്ടങ്ങൾ തീർക്കാൻ കഴിയുന്നില്ല, താല്പര്യങ്ങൾ ശമിക്കുന്നില്ല. പ്രായം വർദ്ധിക്കുന്തോറും നമ്മിൽ കൂടി വരുന്ന രണ്ട് സംഗതികളിൽ ഒന്നാണല്ലോ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. യക്ബുറു ഇബ്നു ആദം വയക്ബുറു മഅഹു ഇസ്നാൻ. മനുഷ്യന് പ്രായം കൂടി വരും, അതോടൊപ്പം അവനോടൊപ്പം പ്രായമായി വരുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അൽ ഹിർസു വതൂലുൽ അമൽ. ആഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങൾ. കുറെയൊക്കെ ആയില്ലേ, ഇനിയൊക്കെ ഒന്ന് നിർത്തിയിട്ട് വേറൊരു മേഖലയിലേക്ക് പ്രവേശിക്കാനായില്ലേ എന്നാരെങ്കിലും പറഞ്ഞാൽ ഉടനെ നാം പറയും അതിന് എത്ര സമയം ബാക്കിയുണ്ട്. നീണ്ട ആഗ്രഹങ്ങൾ, അത്ര ആഗ്രഹങ്ങൾ ആവശ്യമില്ല, നടക്കും തോന്നുന്നില്ല. അത് കൂടുന്നതിനനുസരിച്ച്, പ്രായം കൂടുന്നതിനനുസരിച്ച് ആ താല്പര്യങ്ങൾ ഇങ്ങനെ കൂടി വരും. വളരെ ചുരുക്കം ചില ആളുകൾ പറയും കാര്യമായ ആഗ്രഹങ്ങളൊന്നുമില്ല, ഇനി ഈമാൻ സലാമത്തായ അങ്ങ് പിരിയാൻ മതി, ദ്വാരക്കണം. ആഗ്രഹങ്ങൾ വേണ്ടാന്നല്ല, അല്ലാഹു തആല കുറേ കാര്യങ്ങൾ നിറവേറ്റി കൊടുത്തിട്ടും ഇനിയും തീരാത്ത ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ ആ ആഗ്രഹങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ, അയാളുടെ പ്രായവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതത്ര വേണ്ട ആഗ്രഹങ്ങളും അല്ല. ഹജ്ജിന് പോകാൻ കഴിയാത്ത ആള് എത്ര പ്രായം കൂടിയാലും ആ ആഗ്രഹം നിലനിർത്തുന്നത് നല്ലതാണ്. ദ്വാരക്കുന്നതും തൗഫീഖിന് വേണ്ടി കേഴുന്നതും വളരെ നല്ലതാണ്, സുന്നത്തായ അമല് കൂടിയാണ്. ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. ഇപ്പോഴുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അയാൾക്ക് ഇത്രയും ആയിട്ടും സുഖാനുഭൂതികളെ കൊണ്ട് നിറഞ്ഞ ഒരാഗ്രഹം ഇനിയും തീർന്നിട്ടില്ല. ഇത്രയൊക്കെ ആയില്ലേ, അള്ളാഹു ഇത്രയൊക്കെ തന്നില്ലേ, അതൊന്നും പോരാ, ഇനി എന്തെല്ലാം മാർഗങ്ങൾ ഇനിയും മുന്നിലുണ്ട്. ഈ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടി വന്ന്
ദുനിയാവിന്റെ അലച്ച നന്നായി മനസ്സിലങ്ങോട്ട് പിടിവിട്ട് കഴിഞ്ഞാൽ ഹരീസുൻ ഇല ദുനിയ മുളിഉൽ ലിദീനിഹി വലൈസ ലിമാ ഫീ ബൈതിഹി ബിമുളിഇ. ഒരു ഷായിർ പറഞ്ഞു, ദുനിയാവിനോട് അലച്ച കാണിക്കുന്നവൻ മുളിഉൽ ലിദീനിഹി, അവന്റെ ദീന് നഷ്ടപ്പെടുത്തുന്നവനാണ്. അലച്ച തീവ്രമാകുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ അവന്റെ മുന്നിൽ ഫർളായ നിസ്കാരങ്ങൾ വന്നുവിടുക. പക്ഷെ ആ ഫർളായ ബാധ്യതകളെ ഈ അലച്ച തീവ്രമായി മറികടക്കും. എന്നിട്ട് ആ സമയത്തായിരിക്കും അവന്റെ ബിസിനസ്സിൽ കൂടുതൽ തിരക്ക്. അത് ചുരുങ്ങിയ സമയമുള്ള മഗ്രിബിനായിരിക്കും. ഇപ്പോഴെങ്ങാനും ഇത് നിർത്തിപ്പോയാൽ നഷ്ടം തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് തൽക്കാലം ഒന്ന് ഇശായിലേക്ക് വെക്കാം. ആ ഒരലച്ച കൂടി വന്നപ്പോൾ മഗ്രിബ് അങ്ങ് പോയി. പിന്നെ ഇശായിന് വലിയ തിരക്ക്, അതിനേക്കാളും വലിയ തിരക്ക്. ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ നീങ്ങി. അവന്റെ എല്ലാ ചെലവുകളും വരവുകളൊക്കെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ സുബ്ഹി വാങ്ക് കൊടുത്ത്. ഹരീസുൻ ഇല ദുനിയ മുളിഉൽ ലിദീനിഹി വലൈസ ലിമാ ഫീ ബൈതിഹി ബിമുളിഇ. ആഹിർസ്. എന്നാൽ കച്ചവടവും ബിസിനസ്സും നിയമാനുസൃതം നടത്തി നമ്മെ പഠിപ്പിച്ചവരാണ് നമ്മുടെ നേതാക്കളായ സ്വഹാബിമാർ. അവരുടെ കച്ചവടത്തെ സംബന്ധിച്ചും ഏർപ്പാടിനെ സംബന്ധിച്ചും അല്ലാഹു തആല പഠിപ്പിച്ചു, റിജാലുൽ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഅ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സക്കാ. എത്ര വലിയ കച്ചവടമാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഏർപ്പാടാണെങ്കിലും ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, അല്ലാഹു ഉണർത്തിയ വിഷയങ്ങളിൽ നിന്ന് ഒരിക്കലും ശ്രദ്ധ തിരിഞ്ഞു പോകാത്ത തരത്തിലുള്ള കച്ചവടം, ഏർപ്പാടുകൾ, ബിസിനസ്സുകൾ, നിസ്കാരത്തിന്റെ ജമാഅത്തിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോകാത്ത വിധം, നിർബന്ധമായ സക്കാത്ത് വീട്ടുന്നതിൽ നിന്ന് ഒരിക്കലും തെറ്റിപ്പോകാത്ത വിധം, ആ നിർബന്ധങ്ങളും ആ സുന്നത്തുകളൊക്കെ പരിഗണിച്ചുള്ള ആ മഹാന്മാരെ സംബന്ധിച്ച് അല്ലാഹു പഠിപ്പിച്ചത് റിജാലുൻ, അവരാൺകുട്ടികളാണ്. അവരാണ് സത്യത്തിൽ ശരിക്ക് പൗരുഷം പൂർണ്ണമായ ആളുകൾ, റുജൂലിയത്ത് കാമിലായ ആളുകൾ. അവരെ പറ്റിയാണ് ശരിക്കൊരു പുരുഷന്മാർ, ആൺകുട്ടികൾ എന്ന് പറയാൻ പറ്റുക. ആണത്വം അതാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവിന് വേണ്ടി ദീന് മറന്നില്ല. ദുനിയാവ് അതിന്റെ രൂപത്തിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ എല്ലാ പരിഗണനകളും വിശുദ്ധ ദീനിന് നൽകി. ഇഖാമിസ് സ്വലാത്ത് അല്ലാഹു പറഞ്ഞ നിസ്കാരം എന്നല്ല, സംഘടിത നിസ്കാരം, ജമാഅത്ത്. ടൈം ആകുമ്പോ അടച്ച് അല്ലാഹു അപ്പൊ നഷ്ടാവൂലേ? ഇത് നഷ്ടൊന്നും ആകൂല. തരുന്നവൻ അല്ലാഹു അല്ലേ, ഇഷ്ടം പോലെ തരും, ഒരു കുറവുണ്ടാകൂല. അതങ്ങനെ നിയ്യത്താക്കുന്ന ആളുകൾക്ക് ഒരു കുറവുമില്ല. ഇന്നും കുറവില്ല, അന്നും കുറവില്ല. എന്താണ് അവർ അതിന്റെ പിന്നിൽ പ്രേരിപ്പിച്ച തത്വം? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ആ മഹത്തുക്കൾ ഒരു ജീവിതം, ഒരു ദിനം അവർ ഭയക്കുന്നു, പേടിക്കുന്നു. ആ ദിവസത്തിൽ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, മനുഷ്യന്റെ മനസ്സും കണ്ണുകളൊക്കെ പരിഭ്രമമാകുന്ന ദിവസമാണ്. കണ്ണൊക്കെ മേൽപോട്ടുയർന്നു പോകും. പരിസരത്തുള്ളവരെ നോക്കാൻ കണ്ണിന് സമയം കിട്ടില്ല. ആരൊക്കെ എന്റെ മുന്നിലും പിന്നിലും ഉള്ളത് ബേജാറ് കൊണ്ടറിയില്ല. ആഖിറത്തെ പേടി കൊണ്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ധാരാളം കൊടുക്കുമെന്ന് തൊട്ടു താഴെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. ചെറുതൊന്നല്ല അല്ലാഹു കൊടുക്കുന്നത്, ധാരാളം കൊടുക്കും. റബ്ബ് തആല നമ്മോട് കൽപ്പിച്ച കാര്യവും അതാണ്, ദുർവ്യയം ചെയ്യരുത്, ദുരുപയോഗം സമ്പത്ത് കൊണ്ട് നടത്തരുത്. ഇഷ്ടം പോലെ സമ്പത്തുള്ളൊരു സഹാബി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്നു. ബനൂ തമീം ഗോത്രത്തിൽപ്പെട്ടൊരു സഹാബി വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ദൂ മാലിൻ കസീർ, ഞാൻ ധാരാളം സമ്പത്തുള്ള ആളാണ്. വദൂ അഖിലിൻ വവലദിൻ വഹാദിറ, ഒരുപാട് ഭൂസത്ത് എനിക്കുണ്ട്, ഭാര്യ മക്കളുണ്ട്.
ഞാൻ എങ്ങനെ ചെലവഴിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം തങ്ങളൊന്ന് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പറഞ്ഞു, തഖ്റുജു സകാത മിൻ മാലിക്, നിന്റെ സ്വത്തിൽ നിന്ന് നീ സകാത്തിന്റെ വിഹിതം നൽകണം, അതിന്റെ വിഹിതം കണക്കാക്കി നീ കൊടുക്കണം. ഫഇന്നഹാ തുഹറത്തുൻ തുതഹിറുക്, നീ ആ കൊടുക്കുന്ന ചെറിയ ശതമാനമില്ലേ, വിഹിതമില്ലേ, നിന്നെ മൊത്തം ശുദ്ധീകരിക്കുന്നതാണ്. സമ്പത്ത് മാത്രമല്ല സക്കാത്ത് കൊടുക്കുന്ന ആൾക്ക് ശുദ്ധമായി കിട്ടുന്നത്, മനസ്സ് ശുദ്ധമായി കിട്ടും. അള്ളാഹു നിർദ്ദേശിച്ച ഒരു ഫർള് വീട്ടിയതിലുള്ള സന്തോഷം അവന്റെ ഖൽബ് ക്ലിയറായി കിട്ടും, നന്നായി കിട്ടും. അതിനു പുറമേ അള്ളാഹു ബറക്കത്ത് ധാരാളം നൽകും. അതുകൊണ്ട് നീ അത് കൊടുക്കണം. വതസിലു അഖ്രിബാക, നിന്റെ കുടുംബക്കാർക്ക് നിന്റെ സമ്പത്ത് കൊണ്ട് നീ നല്ല ഉപകാരം ചെയ്യണം. കുടുംബ ബന്ധം പുലർത്താൻ ആ സമ്പത്ത് ഉപയോഗിക്കണം. വതഅരിഫു ഹഖ്ഖസ്സാഇൽ, യാചകന്മാരുടെ ആവശ്യം നീ കണ്ടറിയണം. വൽ ജാറ വൽ മിസ്കീൻ, അയൽവാസിയുടെയും അതുപോലെ തന്നെ വൽ മിസ്കീനി, അഗതിയുടെയും ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണം. കുറെ ആളുകൾ എണ്ണി പറഞ്ഞപ്പോ ആ സ്വഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് കുറച്ചു തരണം. മഖ്ലില്ലി, കുറെ മെമ്പേഴ്സിനെ എണ്ണരുത്, കുറഞ്ഞ വിഭാഗത്തെ. അപ്പോഴാണ് ഈ ആയത്ത് ഓതിക്കൊടുത്തത്, വആതി ദൽ ഖുർബാ ഹഖ്ഖഹു വൽ മിസ്കീന വബ്നസ് സബീലി വലാ തുബദ്ദിർ തബ്ദീറാ. കുടുംബം, അഗതികൾ, യാത്രക്കാർ, യാത്ര ഉദ്ദേശിക്കുന്നവർ, അവർക്ക് നീ നൽകിക്കോ. ഈ ആയത്ത് കേട്ടപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, ഹസ്ബി യാ റസൂലല്ലാഹ്, എനിക്കിത് മതി, തൃപ്തിയായി. ഞാൻ എന്റെ സക്കാത്ത് തങ്ങൾ വിടുന്ന ദൂതന്റെ കൈവശം കൊടുത്താൽ ഫഖദ് ബരിഅതു മിൻഹാ ഇലല്ലാഹി വറസൂലി, ഞാൻ ആ വിഷയത്തിൽ നിന്ന് തീർത്തും ഒഴിവായില്ലേ, എന്റെ ബാധ്യത വീടൂലേ, ഞാൻ തന്നെ ഇവിടെ കൊണ്ടുതരണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വേണ്ട. ഇദാ അദ്ദൈതഹാ ഇലാ റസൂലി, ഞാൻ പറഞ്ഞേക്കുന്ന ആളെ വശം നിങ്ങൾ സക്കാത്തിന്റെ വിഹിതം കൊടുത്തു വിട്ടാൽ ഫഖദ് ബരിഅത മിൻഹാ, നിങ്ങൾ ആ ബാധ്യതയിൽ നിന്ന് ഒഴിവായി. ഫലക അജ്റുഹാ, നിങ്ങൾക്കതിന് കൂലി ലഭിക്കും. കൂലി മാത്രമല്ല, നിങ്ങൾക്കതിന് ചെലവാക്കിയതിന് പകരവും അല്ലാഹു തആല തരും. ഒരു നഷ്ടവും നിങ്ങൾക്ക് ലഭിക്കില്ല. നല്ല സമ്പന്നനായ സ്വഹാബി ഒന്ന് ചോദിച്ച പദങ്ങൾ പറഞ്ഞ ഉത്തരം അങ്ങനെയാണ്. ദുർവ്യയം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നഫഖതു ഫീ മഅസിയത്തില്ലാഹ്, ദുർവ്യയം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലാന്റെ, അല്ലാഹ് കൽപ്പിച്ച, അല്ലാഹു തആല വിലക്കിയ വിഷയങ്ങളിൽ സമ്പത്ത് ചെലവഴിക്കുക. വഫീ ഗൈറിൽ ഹഖി വഫിൽ ഫസാദി, നാശമുണ്ടാക്കാൻ, കുഴപ്പമുണ്ടാക്കാൻ, അടിയുണ്ടാക്കാൻ, കൊല്ലാൻ സമ്പത്ത് കൊടുക്കുക. കൊട്ടേഷൻ ആളുകൾക്ക് കൊടുക്കുക. അയാളെ കൊന്നു വരണം, ഇത്ര തരാം. അയാളെ കുടുംബം കലക്കി വരണം, ഇത്ര തരാം. ബന്ധങ്ങൾ വഷളാക്കി തരണം, ഇത്ര തരാം. ഏതെങ്കിലും എഴുത്തുകുത്ത് നടത്തുന്ന ആൾക്കാരടുത്ത് പോയിട്ട് പറയാ, ആ കുടുംബം ഒന്ന് കലക്കി തരണം, ഇത്ര തരാം. എല്ലാം കുട്ടികളും ഇനി അതായിട്ട് പറയാൻ ബാക്കി വെക്കണ്ട. അവര് ഭയങ്കര ശത്രുക്കളാണ്. അവര് അങ്ങനെ ഒരുമിച്ച് പോയാൽ പറ്റൂല. അവരെ ഒന്ന് ഫിറാക്കാക്കണം, വിട്ടുപിരിക്കണം. അത് നിങ്ങൾക്ക് എന്താ വേണ്ട, നിങ്ങൾക്ക് എത്രയും തരാം. പണി നിങ്ങൾ എടുത്താൽ മതി, സിഹ്റായാലും വേണ്ടില്ല, വേറെ എന്തായാലും വേണ്ടില്ല, അത്രയും തരാം. എല്ലാ ഫസാദിന്റെ മേഖലയിലും സമ്പത്ത് ചെലവഴിക്കുന്നത് ദൂർത്താണ്, ദുരുപയോഗമാണ് എന്ന് ഖത്താദ റളിയല്ലാഹു അൻഹു തഫ്സീർ വിശദീകരിച്ചു, ഈ ആയത്ത് വിശദീകരിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. ഇനി കുടുംബക്കാർക്ക് കൊടുക്കാൻ നീ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ, കുടുംബക്കാർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നല്ല സമീപനം സ്വീകരിക്കണം. നല്ലൊരു അദബ് അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ആവശ്യക്കാര്, കുടുംബക്കാര് നിന്നോട് വന്ന് സമ്പത്ത് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുണ്ടായ ആവശ്യം അറിയിച്ചാൽ, കയ്യിലുണ്ടായിട്ടും ഇല്ലെന്ന് പറയരുത്. ഒന്ന്. മറ്റൊന്ന്, കൊടുക്കാൻ നിന്റെ കയ്യിലില്ല എന്ന് വെക്കുക. നീ വളരെയധികം കഷ്ടപ്പാടിലാണ്, ദാരിദ്ര്യത്തിലാണ്, എന്നാലും അവരോട് ക്ഷോഭിക്കരുത്. നല്ല ഭാഷയിൽ പ്രതികരിക്കണം. വഇമ്മാ തുഅ്രിളന്ന അൻഹും ഇബ്തിഗാഅ റഹ്മത്തിൻ മിർ റബ്ബിക് വഇമ്മാ തുഅ്രിളന്ന അൻഹും, നേരത്തെ പറഞ്ഞ കുടുംബം, അതുപോലെ തന്നെ മിസ്കീന്മാർ,
യാത്രക്കാര് തുടങ്ങിയ ആവശ്യക്കാരിൽ നിന്ന് നീ മുഖം തിരിച്ചാൽ അവർക്ക് കൊടുക്കാൻ നിന്റെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇബ്തിഗാ റഹ്മത്തിൻ മിർ റബ്ബിക്, റബ്ബിൽ നിന്ന് റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹു ഐശ്വര്യം തരട്ടെ എന്നിട്ട് കൊടുക്കാം എന്ന് കരുതിയിട്ട് നീ മാറിക്കളയുകയാണെങ്കിലും തർജൂഹാ, നീ ഐശ്വര്യം ആഗ്രഹിക്കുന്നുണ്ട്, ആ ഐശ്വര്യം കിട്ടിയിട്ട് കൊടുക്കാം എന്നാണ് നിന്റെ ധാരണയെങ്കിലും ഫഖുല്ലഹും ഖൗലം മൈസൂറാ, അവരോട് നല്ല വാക്ക് നീ പറയണം. മടുപ്പിക്കുന്ന വർത്തമാനം പറയരുത്, അവരെ ദേഷ്യപ്പെടുത്തുന്ന വർത്തമാനം പറയരുത്, കണ്ണീര് വീറ്റുന്ന വർത്തമാനം പറയരുത്. ഒരു യാചകൻ നിന്റെ മുന്നിൽ വന്നു, യാചിക്കാൻ അർഹതയുള്ള യാചകനാണെന്ന് കരുതിക്കോളൂ. അതാരൊക്കെയാണെന്ന് ഇപ്പൊ വിശദീകരിക്കുന്നില്ല, പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്. അങ്ങനത്തെ ഒരു യാചകൻ വന്നാൽ ആ യാചകന് കൊടുക്കാൻ നിന്റെ കയ്യിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ ഉള്ളത് നിന്റെ അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി നീ കരുതി വെച്ചു. മടക്കി വിടുമ്പോ അയാളെ മനസ്സ് നിറയെ സന്തോഷമുള്ള വാക്ക് പറയണം, അയാൾക്ക് ദ്വാരന്ന് കൊടുക്കണം, പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന വർത്തമാനം പറയണം. നിരാശപ്പെടുത്തരുത്. നിരാശപ്പെടുത്തുമ്പോ ആ മനുഷ്യന്റെ മനസ്സിന്റെ വേദന നിനക്ക് തിരിച്ചടിയാകും. അയാളൊന്നും പറഞ്ഞില്ല, എതിർത്തൊന്നും പറഞ്ഞില്ല, പക്ഷെ അയാളെ മനസ്സിന് വല്ലാതെ വേദനിച്ചിരുന്നു ആ പറഞ്ഞ വാക്ക്. നിന്റെ അടുത്ത് ഇല്ലാഞ്ഞിട്ടാണ്, എന്നാ പിന്നെ അതിനെ പറ്റിയൊരു വാക്ക് പറയണം. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നു, വഹുവ തഅദീബുൻ അജീബുൻ, ഇത് വല്ലാത്തൊരു മര്യാദ പഠിപ്പിക്കലാണ്. വഖൗലുൻ ലതീഫുൻ ബദീഅ, വല്ലാത്ത അത്ഭുതമുള്ള, വളരെ എല്ലാവർക്കും തിരിയുന്ന ഒരു എളുപ്പമായ ഒരു അദബാണ് ഇവിടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. നിസ്സാരപ്പെടുത്തിയിട്ട്, കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടായി നിസ്സാരപ്പെടുത്തിയിട്ടൊരു മുഖം തിരിക്കരുത്. ഒരു പക്ഷെ അവർ വിചാരിക്കും ഉണ്ടായിട്ടും തരാഞ്ഞിട്ടാണ് അങ്ങനെ തിരിച്ചു പോകുന്നത്. നിന്റെ യാഥാർത്ഥ്യം അവർക്ക് അറിയില്ല. നേരത്തെ നല്ലോണം ഉണ്ടായിരുന്നു, കൊടുത്തും ചെയ്തിരുന്നു, ഇപ്പൊ നിന്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. അങ്ങനെ വരാലോ അവസ്ഥ. കുറെ അവസ്ഥകൾ അങ്ങനെ മാറി മറിഞ്ഞു പോകുന്നതല്ലേ. നല്ലോണം കൊടുക്കുന്ന ആളാ, പക്ഷെ ഇപ്പൊ കൊടുക്കാൻ കയ്യിലൊന്നുമില്ല. ഓൾറെഡി ആളെന്നെ ഒരു മിസ്കീനും ഫക്കീറും ആയിട്ടുണ്ട്. അപ്പൊ അയാളെ പറമ്പും വീടൊന്നും ഇപ്പൊ സത്യത്തിൽ സമ്പത്തിന് അതൊക്കെ ഉള്ള കാലത്ത് ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇപ്പൊ ആളെ കയ്യിൽ വരുന്നവർക്ക് കൊടുക്കാൻ കാര്യമായിട്ടൊന്നുമില്ല. ദൈനംദിന ചെലവുകൾ അങ്ങനെ കഴിഞ്ഞു പോകും. എന്നാൽ ഈ വന്ന ആളുകളോട് ദേഷ്യം പിടിച്ച് അവരെ പുച്ഛിച്ച് മുഖം തിരിക്കരുത്. അപ്പൊ അവര് വിചാരിക്കും ഉണ്ടായിട്ടും അയാൾക്ക് തരാൻ മടി ഉണ്ടായിട്ടാണ് പോകുന്നത്. പിന്നെ നീ എന്ത് ചെയ്യണം? നീ അല്ലാഹു തആല ഇനിയും തന്നാൽ ഇനിയും കൊടുക്കാൻ നിന്റെ മനസ്സിലൊക്കെ ഉണ്ട്, ആ താല്പര്യമൊക്കെ ഉണ്ട്. നേരത്തെ കൊടുത്തതുപോലെ നീ കൊടുക്കുകയും ചെയ്യും, കൊടുക്കുന്ന ആളുമാണ്. ഫഖുല്ലഹും ഖൗലം മൈസൂറ, നീ അവരോട് നല്ല സന്തോഷമുള്ള വാക്ക് പറഞ്ഞു പോകണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് കുറച്ച് ആളുകൾ എന്തെങ്കിലുമൊക്കെ തരണമെന്ന് പറഞ്ഞു വന്നു. അന്ന് കൊടുക്കാൻ സത്യത്തിലൊന്നുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുക്കാൻ വിസമ്മതിച്ചു. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഇതിന്റെ അവതരണ പശ്ചാത്തലം വിശദീകരിച്ചപ്പോൾ ഈ വന്ന ആളുകൾ കൊടുക്കുന്നതൊക്കെ വഴിവിട്ട മേഖലയിലാ ചെലവഴിക്കുന്നത് തങ്ങൾക്ക് വിവരം കിട്ടി. അതുകൊണ്ട് തങ്ങൾ മുഖം തിരിച്ചു കളഞ്ഞു. അല്ല, കൊടുക്കുന്നത് അങ്ങനെ ധാരണ വെച്ചാൽ പോരാ, അങ്ങനെ ഒരു ഇൽമ്, ഒരു അറിവ് കിട്ടി തങ്ങൾക്ക്. ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല. നമ്മൾ കൊടുത്ത ആൾ വേറെന്തെങ്കിലും ചെലവഴിക്കും, അങ്ങനല്ല. അങ്ങനെ ഒരു ഇൽമ കിട്ടി അവരെ സംബന്ധിച്ച്. കൊടുക്കുന്ന ധർമ്മം, ദാനം, കിട്ടുന്ന കാശ് അവര് അനാവശ്യ മേഖലയിലാ ചെലവഴിക്കുന്നത്. അപ്പൊ തങ്ങൾ ഇനി അവർക്ക് കൊടുക്കണ്ട, വേറുള്ളവർക്ക് കൊടുക്കാമെന്ന് കരുതി. കാരണം അവർക്ക് കൊടുത്താൽ ഇനിയും ആ ഫസാദിന് സഹായിക്കലാകും, ആ കുഴപ്പത്തിന് സഹായിക്കലാകും. അത് വേണ്ടാന്ന് കരുതി മുഖം തിരിച്ചു കളഞ്ഞു. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഉപദേശമാണ്, നബിയെ, അവര് വല്ലാതെ വിഷമത്തോടെയാണ് മടങ്ങിപ്പോയത്. നേരത്തെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ അവര് വന്ന ഉദ്ദേശവും കാര്യമൊന്നും അതല്ല. ഇപ്പൊ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയാ വന്നത്. കൊടുക്കാൻ തങ്ങളെടുത്താണെങ്കിൽ കാര്യമായിട്ടില്ലെങ്കിൽ ഫഖുല്ലഹും ഖൗലം മൈസൂറ, നല്ല ഒരു വാക്ക് പറഞ്ഞവരെ മടക്കി വിടണം. മുസൈന ഗോത്രത്തിൽപ്പെട്ട കുറച്ച് ആളുകളാണ് വന്നത്. അവർ തങ്ങളോട് വന്നിട്ട് വാഹനം ചോദിച്ചു, എന്തെങ്കിലും ഒരു വാഹനം തരുമോ?
തങ്ങൾ പറഞ്ഞു ലാ അജിദു മാ ഹമിലുക്കും അലൈ, നിങ്ങളെ ചുവന്നുകൊണ്ടാകാനുള്ള വാഹനം നിന്റെ അടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർ തിരിഞ്ഞു പോകുന്ന സമയത്ത് നമുക്കൊരു വാഹനം തങ്ങൾ തന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് അവരിങ്ങനെ കണ്ണീർ പൊഴിച്ചു. തവല്ലൗ വഅയുനുഹും തഫീദു മിനദ്ദം, ഖുർആൻ പറയുന്നുണ്ട് അവർ തിരിഞ്ഞു പോകുമ്പോൾ വിഷമത്തോടെ സങ്കടപ്പെട്ട് കണ്ണീർ പൊഴിച്ചപ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞത് തങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ഇസ്ലാമിന്റെ ലേബലിൽ പൊതുസ്വത്തായിട്ട് വല്ലതും വരും, അത് തങ്ങൾ കാത്തിരിക്കുന്ന അതാണ്. തങ്ങൾ കാത്തിരിക്കുന്നത് ഇബ്തിഗാ റഹ്മത്തിൻ മിർ റബ്ബിക തർജുഹാ, റബ്ബിന്റെ റഹ്മത്ത് പൊതുസ്വത്തായിട്ട് ജനങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഭാഗത്തിലൂടെ വരും, അതാണ് കാത്തു കഴിയുന്നത്. എങ്കിലും ഫഖുല്ലഹും ഖൗലൻ മൈസൂറ, അവരോട് നല്ല എളുപ്പ വാക്ക് പറയണം. ഒന്നുകിൽ അവർക്ക് ദുആ ചെയ്തു കൊടുക്കുക, ദുആർന്നാൽ അവർക്ക് സന്തോഷം കിട്ടും. എന്താ ദുആർക്കേണ്ടത്? അള്ളാഹു നിങ്ങൾക്കും നമുക്കൊക്കെ എളുപ്പം തരട്ടെ, അൽഹംദുലില്ലാ, സന്തോഷമായല്ലോ, നമുക്ക് ദുആർന്ന് തന്നിട്ടുണ്ടല്ലോ, പ്രതീക്ഷയായി. അതല്ലെങ്കിൽ നബിയെ നല്ല വാക്ക് പറഞ്ഞ് തങ്ങൾ കാരണം പറഞ്ഞേക്കണം. സുഹൃത്തെ, ഞാൻ നേരത്തൊക്കെ തന്നിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങൾ വന്ന് ചോദിക്കുന്നത് അത്യാവശ്യത്തിനാണെന്ന് എനിക്കറിയും. നിങ്ങൾക്ക് തരാൻ പാകത്തിന് എൻ്റെ കയ്യിലില്ല. ഉണ്ടാകുന്ന നേരത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം, അപ്പോൾ തരാം. സാമ്പത്തിക വിശാലത കൊണ്ട് തങ്ങൾ അവർക്ക് പ്രാർത്ഥന നടത്തുക, അപ്പോൾ അവരെ മനസ്സിൽ നല്ല സന്തോഷം തോന്നും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിറങ്ങിയ ശേഷം കൊടുക്കാനില്ലാത്ത സമയത്ത് ആളുകളോട് പറയും യർസുഖ്നല്ലാഹു വ ഇയ്യാകും മിൻ ഫളിഹി, നമുക്കും നിങ്ങൾക്കും അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് നൽകട്ടെ. ദുആ ചെയ്തു കൊടുക്കും. യർസുഖ്നല്ലാഹു വ ഇയ്യാകും മിൻ ഫളിഹി, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് നമുക്കും നിങ്ങൾക്കും തരട്ടെ എന്ന് ദുആർക്കുമ്പോൾ വന്ന ആളുകൾക്ക് വലിയ സന്തോഷമാണ്. നല്ല വർത്തമാനം പറയണം. നമ്മുടെ മുന്നിൽ വന്ന ആള് ഒരു പക്ഷേ നമുക്ക് അയാളോട് ദേഷ്യമുണ്ടെങ്കിലും അയാളെ മടക്കി വിടേണ്ടത് നല്ല വാക്ക് പറഞ്ഞിട്ടാണ്. നല്ല വർത്തമാനം പറഞ്ഞയാളെ മടക്കി വിടണം. അതാണ് ഏറ്റവും നല്ല ശൈലി. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു, ഇല്ലാത്ത കുൻവരിഖുൻ യൗമൻ നജൂദു ബിഹാ ലിസ്സായിലീന ഫഇന്നി ലയ്യിനുൽ ഉദി. ധർമ്മം ചെയ്യാൻ എൻ്റെ പക്കൽ വെള്ളിയില്ല, നാണയങ്ങളില്ല, ഒന്നുമില്ലെങ്കിലും വന്നവരെ നല്ല നിലയ്ക്ക് ഞാൻ മടക്കി വിടും. ചോദിക്കാൻ വന്ന ആളുകളെ നല്ല വർത്തമാനം പറഞ്ഞു മടക്കി വിടും. ലാ യഅദമുസ്സായിലൂനൽ ഖൈറ മിൻ ഖുലുഖി ഇമ്മാ നവാലി വ ഇമ്മാ ഹുസ്നു മർദൂദി. ഒരിക്കലും യാചകന്മാർ എന്റെ സ്വഭാവത്തിൽ നിന്നവർക്ക് നന്മ ലഭിക്കാതിരിക്കില്ല. എന്റെ അടുത്ത് വന്ന ആളുകൾ നല്ല നിലക്ക് തിരിച്ചു പോകാതിരിക്കില്ല. ഒന്നുകിൽ ഞാൻ കൊടുക്കുന്ന ധർമ്മം, വ ഇമ്മാ ഹുസ്നു മർദൂദി, അല്ലെങ്കിൽ നല്ല പ്രതികരണം, നല്ല വാക്ക് പറഞ്ഞ് തിരിച്ചുവിടുക. എന്നാ പിന്നെ അയാളെ മനസ്സിൽ സങ്കടമില്ല. നിങ്ങളെ വീട്ടിലേക്ക് നിരന്തരം ആളുകൾ വന്നൊന്ന് കൂട്ടിക്കോളും. ആവശ്യത്തിൽ രാവിലെ നിങ്ങൾ പുറത്തിരുന്ന് പത്രം വായിക്കുമ്പോൾ ഒരാൾ വന്നു. അയാളാരാ? അയാളെ ഭാഷ ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ എങ്ങനെയും കുറച്ചൊക്കെ പറഞ്ഞു ഒപ്പിച്ചു. അയാൾ വേറൊരു നാട്ടുകാരനാണ്, നമ്മുടെ സംസ്ഥാനക്കാരനല്ല. ആള് ഫക്കീറാണ്. രാവിലെ തന്നെ അല്ലേ ഒരാളെ മടക്കി വിടണ്ടല്ലോ, കൊടുത്തു അയക്ക്. 10 മണിയായിട്ട് ഒന്നുകൂടി നമ്മൾ ആ കൈലുലത്തിന്റെ ഉറക്കം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അതാ പിന്നെ ഒരാൾ വരുന്നത്. ഇന്നിപ്പോ നല്ല ദിവസാ. 10 മണിക്ക് വേറൊരാൾ. നിങ്ങൾ എവിടുന്ന? നമ്മളവിടെ കുറേ മുത്തല്ലിമീങ്ങളും യത്തീമുകളൊക്കെ പഠിക്കുന്ന ഒരു സ്ഥാപനം. നമ്മളിങ്ങനെ എല്ലാ മാസവും വരലുണ്ട്. ആളുകൾ സംഭാവനയും തരലുണ്ട്. ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് നേരത്തെ. ഇവിടെ നിങ്ങൾ വന്നിട്ടില്ല? ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ വന്നപ്പോഴൊന്നും നിങ്ങളെ കണ്ടിട്ടില്ല. നിങ്ങൾ ജോലിക്ക് പോയതായിരിക്കും. ഇന്നാണ് നിങ്ങളെ കാണാൻ പറ്റിയത്. മറ്റാളെ മനസ്സിൽ പടച്ചോൻ എന്ന് കുടുങ്ങിയല്ലോ എന്ന് തോന്നരുത്. ഇന്ന് അൽഹംദുലില്ലാ ഭാഗ്യമാണ്, സന്തോഷമാണ്. ഇയാളെ കണ്ടുകിട്ടി. ഇയാളായിരിക്കും ചിലപ്പോൾ ഇന്ന് നല്ല മാർക്ക് നമുക്ക് തരുന്ന ആള്, നല്ല ഐശ്വര്യം കൊണ്ടുവരുന്ന ഇയാളായിരിക്കും. ഇയാളെ മടക്കണ്ട, ഇയാൾക്ക് എന്തെങ്കിലും സന്തോഷത്തിൽ. ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെ മൂന്നാമത്തെ ഒരാൾ വന്നു. കൊടുക്കാൻ കാര്യമായിട്ട് കയ്യിലില്ലേ? അയാൾക്ക് നല്ല ദ്വാരന്ന് കൊടുക്കും. ഇനി അടുത്ത വരവിന് നിങ്ങൾ ഇങ്ങോട്ട് വരണം. ഞാനുള്ള ദിവസം തന്നെ ഇൻഷാ അല്ലാഹ് നന്നായിട്ട്. പോകുന്ന ആൾ പടി ഇറങ്ങി പോകുമ്പോൾ അൽഹംദുലില്ലാ ഒരാട്ടലും തുപ്പലും ഇല്ല.
അറുപ്പും വെറുപ്പുമില്ല, നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം. അതാണ് പള്ള നിറയാൻ തന്നത്. ഏറങ്ങോട്ട് കൊടുത്തിട്ടല്ല, നല്ല പെരുമാറ്റം കൊണ്ടൊരു നിറവില്ലേ, അത്ര വലിയ നിറവ് വേറെ നിൽക്കില്ല. ആ മനുഷ്യന് പടി ഇറങ്ങുമ്പോൾ അൽഹംദുലില്ലാഹ്, നല്ല വീട്ടുകാരിട്ടോ, അല്ലാഹ് ബർക്കത്ത് കൊടുക്കട്ടെ. അയാൾ ഇതായിരുന്നു. മറ്റേ വീട്ടുകാരെ പോലല്ല. എന്താണ് ആ മനുഷ്യൻ കുരച്ച് ചാടിയിട്ട് ആകെ അയാളാകെ തിരിഞ്ഞു. നിങ്ങളൊരു പിരിവ്, നിങ്ങൾ പിരിവെടുത്തിട്ട് ഇതൊക്കെ നടത്താൻ ആരാ നിങ്ങളെ ഏൽപ്പിച്ച്? നിങ്ങൾക്ക് പഠിച്ചോണ്ടിരുന്ന് വഹി കിട്ടിയില്ല. കുറേ അങ്ങോട്ട് പറഞ്ഞു. എന്നാലും ആ പറഞ്ഞ് കുരച്ച് ചാടിയ ആളും ഇയാളും എത്ര ഭേദമുണ്ടല്ലേ, എത്ര മാറ്റമുണ്ട്. ആ നിലക്ക് ചിന്തിക്കും. നമ്മൾ ഇപ്പൊ ഈ അൽഹംദുലില്ലാഹ് കിട്ടി സന്തോഷത്തോടെ ദ്വാരന്നു പോകുന്ന ആ ഒരു പ്രതികരണം, അതായിരിക്കണം നമ്മുടെ ഭാഗത്ത്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സ്വതക്കന്റെ വിഷയങ്ങളൊക്കെ എണ്ണി ഇങ്ങോട്ട് പറഞ്ഞു. ഒന്നു രണ്ടല്ല, എല്ലാ പാർട്ടും സൂറത്തുൽ ബഖറയുടെ അവസാനത്തിൽ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഖൗലും മഅറൂഫുൻ ഖൈറും മിൻ സ്വദഖത്തിൻ യത്ബഉഹാ അദാ. ചില ആൾക്കാർ സ്വതക്ക കൊടുക്കും, കുറെ ഇടങ്ങേറാക്കിയിട്ട് കൊടുക്കും. നിങ്ങളെ കോലത്തെ കുറെ പിരിവേരുണ്ട്, അങ്ങനുണ്ട് ഇങ്ങനുണ്ട്. ഇന്നലെ ഒരാൾ വന്നു, മിഞ്ഞാന്നൊരാൾ വന്നു. അയാൾ വന്നിട്ട് ഞാൻ കൊടുക്കാതെക്കല്ലെങ്കിൽ അത് പിന്നെയും കൊടുത്തു. പിന്നെ ഈ ശല്യം ഒഴിവാക്കണ്ടേ. മനുഷ്യനൊരാഴ്ച ഇവിടെ ലീവിന് വന്നപ്പോഴേക്ക് വിരലോട് വിരലായി, വരണ്ടില്ലായിരുന്നു. ഇങ്ങനൊക്കെ പറഞ്ഞ് ഇടങ്ങേറാക്കിയിട്ട് ഏതായാലും നിങ്ങൾ വന്നീല്ലേ, ഒരു 10 റുപ്യ. ഇതിനേക്കാൾ നല്ലതെന്താ? ഖൗലും മഅറൂഫ്, ഖൗലും മഅറൂഫുൻ ഖൈറും മിൻ സ്വദഖത്തിൻ യത്ബഉഹാ അദാ. നല്ല വർത്തമാനം, അത് ഖൈറുൻ ഉത്തമമാണ്, ഗുണകരമാണ്. മിൻ സ്വദഖത്തിൻ, ഒരു ധർമ്മത്തെക്കാൾ, യത്ബഉഹാ അദാ, ആ ധർമ്മത്തിന്റെ പിന്നാലെ അത് കൊടുക്കുന്നതിനോടൊപ്പം ശല്യമുണ്ട്, ഇടങ്ങേറുണ്ട്. കുറെ സഹിച്ചിട്ടാണ് ഒരു 10 രൂപ കിട്ടിയത്. അയാളെ പായോരം മുഴുവനും കേട്ടിട്ടുണ്ട്. കേട്ടപ്പോ കരുതി, ആദ്യമൊക്കെ കരുതി ഏതായാലും ഇത്രയും കേട്ടില്ലേ, ഒരു 100 അല്ലെങ്കിൽ 500 ഉറപ്പാണ്. പിന്നെ വന്നു നോക്കുമ്പോഴാണ് ലാസ്റ്റ്. പിന്നെ അതിന്റെ പുറമൊരു വാണിങ്ങും, മേലാലിഞ്ഞി ഈ പടിങ്ങോട്ട് ചവിട്ടരുത്. അടച്ചോരെന്തിനാത്? ഇതിനേക്കാളും നല്ലത് ഖൗലും മഅറൂഫ്, നല്ല വർത്തമാനം പറയലാണ്. അള്ളാഹു നിങ്ങൾക്കും നമുക്കും ഐശ്വര്യം തരട്ടെ എന്ന് ദ്വാരന്ന് വിടുക. അല്ലെങ്കിൽ ഇല്ലാത്ത ആളുകൾ ഇല്ലായ്മ പറഞ്ഞ് കാരണം പറഞ്ഞ് മടക്കി വിടുക. വിഷമത്തോടുകൂടെ മനസ്സ് ദുഃഖിപ്പിച്ചുകൊണ്ട് ഒരാളെയും വിടരുത്. അത് നേരെ തിരിച്ചൊരു വിഷയത്തിലേക്ക് വരും. കൊടുക്കുന്നവനും തരുന്നവനും അല്ലാഹു തആലയല്ലേ. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങ് മടക്കിയാലോ? കാരണങ്ങൾ ചോദിച്ച് മടക്കി വിടുന്ന ആളുകളെ കാണും. അത് സത്യത്തിൽ അവർ മടക്കി വിടുന്നത് അവരെ ബുഖ്ല് കൊണ്ടാണ്, അവരെ പിശുക്ക് കൊണ്ടാണ് അവർ മടക്കി വിടുന്നത്, ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കങ്ങ് കൊടുത്തത് പെട്ടെന്ന് പിൻവലിക്കാൻ കഴിവുള്ളവനാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് ഒരാൾ വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഭക്ഷണം ചോദിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങളെ ദീനേതാണ്? അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ മജൂസിയാണെന്ന്. തീനെ ആരാധിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് ഭക്ഷണമല്ല പോയിക്കോളിന്ന് പറഞ്ഞു. ഭക്ഷണമല്ല പോയിക്കോളുന്നപ്പോൾ അയാൾ പോയി. ഭക്ഷണമല്ല എന്നല്ലേ പറഞ്ഞു. അയാൾ പോയപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് മലക്ക് വന്നു. അല്ലാഹു തആല ചോദിക്കാൻ പറഞ്ഞു, അല്ല ഇബ്രാഹിം നബിയെ, ആ പോകുന്ന ആൾക്ക് വയസ്സ് എത്രയെന്നറിയോ? നിങ്ങൾക്കറിയോ? ഇല്ല, അറിയില്ല. 60 വയസ്സായി. ഇത്രയും പ്രായത്തിൽ ആരാൾക്ക് ഭക്ഷണം കൊടുത്തത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീട് വിട്ടിറങ്ങി. നടന്നു പോകുന്ന മനുഷ്യനെ തിരിച്ചു കൊണ്ടുവന്നു, വരൂ, നിങ്ങൾക്ക് ഭക്ഷണം തരാൻ റബ്ബിന്റെ കൽപ്പനയുണ്ട്. ഞാനും നിങ്ങളും രണ്ടും രണ്ടല്ലേ? ആള് ചോദിച്ചു. ഞാൻ ആരാധിക്കുന്ന തീനെയല്ലേ ഇബ്രാഹിം നബിയെ? പിന്നെ ആരാണ് എനിക്ക് ഭക്ഷണം തരാൻ പറഞ്ഞത്? 60 കൊല്ലം നിങ്ങളെ ഭക്ഷിപ്പിച്ചവൻ അല്ലാഹുവല്ലേ? അല്ലാഹു തആല എന്നോട് ചോദിച്ചു, ഇത്രയും കാലം ഞാൻ ഭക്ഷിപ്പിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനാണോ നിങ്ങൾ ഈ മതം ചോദിച്ചു കളഞ്ഞത്? ഒരൊറ്റ നേരത്തെ ഭക്ഷണം കൊടുക്കാനാണോ നിങ്ങൾ ഗ്രൂപ്പ് തിരിച്ചത്? അതിനാണോ പാർട്ടി വിഭജിച്ചത്? അതിനാണോ കളറ് നോക്കിയിട്ട് വിട്ടത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, നിങ്ങൾക്ക് ഭക്ഷണം തരാൻ അള്ളാഹുവിന്റെ ഉത്തരവുണ്ട്.
ഇത്രയും കാലം ഞാൻ അള്ളാഹുവിനോട് അങ്ങനെ പെരുമാറിയിട്ടും അള്ളാഹു എന്നോട് സമീപിക്കുന്ന സമീപനം ഇങ്ങനെയാണോ? ആ റബ്ബിനെയാണല്ലോ ഞാൻ വിശ്വസിക്കേണ്ടത്. ആ മനുഷ്യന്റെ മനസ്സ് തുറന്നു, മനസ്സ് അള്ളാഹുവിലേക്ക് വിശാലമായി, അള്ളാഹുവിനെ വിശ്വസിക്കാൻ തയ്യാറായി, ഷഹാദത്ത് കലിമ ചൊല്ലി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചോദ്യത്തിൽ അല്ലാഹു തആലാന്റെ ഉത്തരം നോക്കണം. അതുകൊണ്ടാണല്ലോ മനുഷ്യനാണല്ലോ സഹോദരങ്ങളെ ധർമ്മം ചെയ്യുന്നത്, മനുഷ്യന്മാർക്കല്ലേ ധർമ്മം ചെയ്യുന്നത്. അത് മുഅ്മിനീങ്ങൾക്കാകുമ്പോ അതിന് മികവ് കൂടും, മുത്തഖീങ്ങൾക്കും സ്വാലിഹീങ്ങൾക്കും ആകുമ്പോ അതിന് ദറജ കൂടും, നല്ല നല്ല മഹത്തുക്കൾക്കാകുമ്പോ കൊടുക്കുന്നതിന് വലിയ പവർ വർദ്ധിക്കും. സാധുക്കൾക്കാണോ നീ കൊടുത്തത്, എന്നാൽ അത് പണക്കാർക്ക് കൊടുക്കും പോലെയല്ല. സമ്പന്നന് കൊടുത്താലും അല്ലാഹു കൂലി തരും. പക്ഷേ കൊടുക്കുന്നത് സാധുവിനാണോ, ഫക്കീറിനാണോ, മിസ്കീനാണോ, അതും മറ്റേതും മാറ്റമുണ്ട്. നിന്റെ വീട്ടിലേക്ക് വരുന്നു ഒരു മിസ്കീനായ മനുഷ്യൻ, നീ കുട്ടികളെ കയ്യിൽ പണം കൊടുക്കാതെ നേരിട്ടങ്ങ് കൊണ്ടുപോയി കൊടുത്താൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേരിട്ട് കൊടുക്കുന്നതിന് വരെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. വാങ്ങുന്ന ആള് മിസ്കീനാണെങ്കിൽ മുനാവലത്തുൽ മിസ്കീനി തഖീമൈതതസൂ, മിസ്കീന് ഡയറക്റ്റ് ആയി കൊടുക്കണം. നമ്മളൊക്കെ കുറവായതുകൊണ്ട് 10-20 രൂപ ആയതുകൊണ്ട് കുട്ടികളെ കയ്യിൽ കൊടുത്താക്കൂലേ. കാരണം റിസീറ്റ് എഴുതുമ്പോൾ എന്നെങ്ങനെ കാണുമ്പോൾ ഒരു 20 രൂപ അല്ലേ എഴുതുക. ആ കുട്ടി എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞോളും. കുട്ടീനോട് ചോദിക്കും ഏതിനാള്, വാപ്പാൻ്റെ പേരെന്നാ? വാപ്പാൻ്റെ പേര് പോക്കര്. ഞാൻ ഉദാഹരണം പറയട്ടെ, നിങ്ങൾ ആരും വിഷമിക്കരുതേ. പോക്കര്, ആ പോക്കരങ്ങ് എഴുതിക്കും. അപ്പോൾ ഉള്ളിൽ നിന്ന് പോക്കരാക്കത് കേൾക്കുന്നുണ്ട്. ആ റസീറ്റ് കൊടുത്തു 20 രൂപ. ഇക്കൊടുക്കുന്ന 10 ആകട്ടെ 20 ആകട്ടെ നേരിട്ട് കൊടുക്കുക, അതിന് മഹത്വം ഒന്ന് വേറെയാണ്. വാങ്ങുന്ന ആള് മിസ്കീനാണോ, മുനാവലത്തുൽ മിസ്കീൻ, മിസ്കീന് നീ നേരിട്ട് കൊടുക്ക, നിന്റെ കൈ കൊണ്ട് നേരിട്ട് കൊടുക്ക. തഖീമൈതതസൂ, ദുർമരണത്തിൽ നിന്ന് കാവൽ നൽകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ഈമാൻ കിട്ടിയിട്ടേ മരിക്കുള്ളൂ. വാങ്ങുന്ന ആളാരാ? മിസ്കീനാ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു അവസാന കാലത്ത് 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ട സ്വഹാബിയാണ്. ആളുകൾ മഹാനവറുകളെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നപ്പോ ഇരിക്കുന്ന ഇടത്തുനിന്ന് പുറത്തെ വാതിലിന്റെ അടുത്തേക്ക് 2 കയർ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. റൂമിൽ നിന്ന് പുറത്തേക്ക് 2 കയർ, ഈ കയർ പിടിച്ചങ്ങനെ പോകാനാണ്. അപ്പൊ പുറത്തൊരാൾ കാത്തു നിൽക്കുന്നുണ്ട്. അയാളെന്തോ ചോദിച്ചു വന്നാണ്. ഈ സ്വഹാബി വര്യൻ ഈ പ്രായാധിക്യത്തിലും ഈ കാഴ്ച ഇല്ലാത്ത സമയത്തും അപ്പുറത്തുള്ള ഒരു പെട്ടിയിൽ നിന്ന് ദിർഹമെടുത്ത് ഈ കയറിങ്ങനെ പിടിച്ച് 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 പുറത്തേക്ക് വന്ന് അയാളെ കയ്യിൽ നേരിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ വന്നവർ ചോദിച്ചു, അല്ല ഉസ്താദ് എത്ര വിഷമിക്കുന്ന എന്തിനാ? കാഴ്ചയല്ലല്ലോ, ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോരെ, കുട്ടികളൊക്കെ ഉണ്ടല്ലോ. മഹാനവറുകൾ പറഞ്ഞു, അത് പറ്റൂല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മുനാവലത്തുൽ മിസ്കീനി തഖീമൈതതസൂ, എനിക്ക് നല്ല മരണം കിട്ടണം, ദുർമരണമാകരുത്. നേരിട്ട് കൊടുക്കുന്നത് കൊണ്ട് നല്ല മരണം കിട്ടും, ദുർമരണത്തിൽ നിന്ന് കാവൽ കിട്ടും. വാങ്ങുന്ന ആള് ആരാണ് നോക്കിയിട്ട് മഹത്വം കൂടുമെന്നർത്ഥം. കൊടുക്കുന്ന ആള് ഒരുപാട് ഉപകാരം അതുകൊണ്ട് ചെയ്യുന്ന ആളാണെങ്കിൽ കൊടുത്തവന് വലിയ ഉപകാരമാണ്. നാം കൊടുക്കുന്ന 100 വാങ്ങിക്കൊണ്ടുപോകുന്ന ആൾ ആ 100 കൊണ്ട് വലിയ ഉപകാരമാണ് ചെയ്യുന്നതെങ്കിൽ ഈ കൊടുത്ത ആൾക്ക് അതുകൊണ്ട് ഫലം ധാരാളമാണ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ജാഫർ ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഞാൻ അങ്ങനെ പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ നല്ല ഒരു കെട്ടിടം ഉണ്ടാക്കുന്നുണ്ട്. ആ കെട്ടിടത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആ ചെറുപ്പക്കാരനാണ്. മുന്നിൽ നിന്ന് അദ്ദേഹത്തിന്റെ കെട്ടിടമാണ്, മുന്നിൽ നിന്ന് പണികൾ വീക്ഷിക്കുന്നു, പണിക്കാരോട് കൽപ്പിക്കുന്നു, അവിടെ ആ പണിയെടുക്കൂ, ഇവിടെ ഈ പണിയെടുക്കൂ, അത് പൂർത്തിയാക്കൂ. ജാഫർ ബിൻ സുലൈമാൻ റളിയല്ലാഹു അൻഹുവിനോട് മാലിക് ബിൻ ദീനാർ തങ്ങൾ പറഞ്ഞു, നല്ലൊരു ചെറുപ്പക്കാരനാണ്, കണ്ടാ തന്നെ നല്ലൊരു മുഖമുണ്ട്, നല്ലൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നു, നമ്മളൊന്ന് പരിചയപ്പെട്ടു നോക്കിയാലോ? സലാം പറഞ്ഞു, പരിചയപ്പെട്ടു. 2 പേരും സംസാരിക്കാൻ സമയം ചോദിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ സംസാരിക്കാൻ വേണ്ടി ആ ചെറുപ്പക്കാരൻ വന്നു. ചോദിച്ചു, ഈ ബിൽഡിങ്ങിന് എത്രയാ നിങ്ങൾ ചെലവ് ചെയ്യുന്നത്? 1 ലക്ഷമാണ് ചെലവ് ചെയ്യുന്നത്, 1 ലക്ഷം ദീനാറാണ്. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ 1 ലക്ഷം ദീനാർ നിങ്ങൾ എൻ്റെ കയ്യിൽ തന്നാൽ
നിങ്ങൾക്ക് ആഖിറത്തിലൊരു സ്വർഗം തരാം. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവോട് ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾ നാളെ രാവിലെ വരണം, ഞാനൊന്ന് ചിന്തിക്കട്ടെ. ഞാനിപ്പോ ഈ പണിന്റെ തിരക്കിലാണല്ലോ. പിറ്റേ ദിവസം വന്നപ്പോ 1,00,000 ദീനാർ അങ്ങ് കൊടുത്തു. കടലാസ് ഇങ്ങോട്ട് എഴുതി കൊടുത്തു, സ്വർഗത്തിലുള്ള ജാമ്യം, സ്വർഗത്തിൽ ബിൽഡിംഗ് തരാം എന്നതിന്റെ കരാറ് പത്രം മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു എഴുതി കൊടുത്തു. അതെ, ആ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു 1,00,000 ദീനാർ കൊണ്ടുപോയിട്ട് എന്താ ചെയ്തത്? വൈകുന്നേരം ആകുമ്പോഴേക്ക് ആ നഗരത്തിലെ പാവങ്ങൾക്കത് വിഹിതം വെച്ചു കൊടുത്തു. ഒരൊറ്റ ദീനാറും ബാക്കിയില്ല. വലിയ ഉപകാരമല്ലേ കിട്ടിയത്? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ അങ്ങനെ ഇരിക്കുമ്പോ മിഹ്റാബിൽ ഒരു എഴുത്ത് വന്ന് വീണു. ആ എഴുത്ത് നോക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നത്, നിങ്ങൾ എനിക്ക് വാഗ്ദാനം ചെയ്തത് അല്ലാഹു എനിക്ക് തന്നു കഴിഞ്ഞു. നിങ്ങൾ എനിക്ക് ജാമ്യം നിന്ന സ്വർഗമുണ്ടല്ലോ, റബ്ബ് തആല എനിക്കത് നൽകിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് പിരിയുമ്പോഴേക്ക് അങ്ങനെ സ്വർഗം കിട്ടുമോ? സ്വർഗം കിട്ടുകയില്ലേ? അതല്ലേ സൂറത്ത് യാസീനിലൂടെ ഞാനും നിങ്ങളും ഓതുന്നത്. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ വകവരുത്തിയ ഉടനെ അല്ലാഹുവിന്റെ നിർദ്ദേശം, ഖീല ദഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലീ റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ശത്രുക്കൾ ദാരുണമായ രൂപത്തിൽ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു വകവരുത്തി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, തുല്യതയില്ലാത്ത ക്രൂരതകളാണ് അവർ നടത്തിയത്. അക്രമം അങ്ങോട്ട് നടത്തിയിട്ട് മഹാനവർകൾ അങ്ങ് മരണപ്പെടുമ്പോഴേക്ക് ഒരു റിപ്പോർട്ടിൽ കാണാം, മഹാനവർകളെ ഭൗതിക ശരീരം തന്നെ ഉയർത്തപ്പെട്ടിട്ടുണ്ട് എന്ന്, സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട് എന്ന്. ഉടനെ അല്ലാഹുവിന്റെ കൽപ്പന വന്നു, ഖീല ദുഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നോളൂ. അപ്പോഴല്ലേ മഹാനവർകൾ പറഞ്ഞത്, ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലീ റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എന്നെ തല്ലിക്കൊന്ന ജനത, എന്നെ ആക്ഷേപിച്ച എന്റെ നാട്ടുകാര്, അല്ലാഹു എനിക്ക് തന്ന മഗ്ഫിറത്തും അല്ലാഹു എനിക്ക് തന്ന ആദരവും മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അതൊന്ന് മനസ്സിലാക്കിയിട്ട് അവർ അല്ലാഹുവിലൊന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ, ആ ഒരാഗ്രഹമാണ് അപ്പോഴും പറഞ്ഞത്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, സ്വർഗം കിട്ടി എന്ന സന്തോഷ വാർത്ത മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു മിഹ്റാബിൽ വന്ന് ലെറ്റർ വീഴുകയാണ്. ആ ലെറ്ററും എടുത്ത് ഈ ചെറുപ്പക്കാരൻ താമസിക്കുന്ന വീട് അന്വേഷിച്ചു വന്നപ്പോ വീട്ടുകാര് സങ്കടത്തിലാണ്. ഇന്നലെ മരണപ്പെട്ടുപോയി. ആരാണ് കുളിപ്പിച്ചത്? കുളിപ്പിച്ച ആളെ കൊണ്ടുവന്ന് ഞാനാ കുളിപ്പിച്ച് കഫൻ ചെയ്തത്. വല്ല പ്രത്യേകതയും നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നോ? അതേ, എനിക്കൊരു കടലാസ് തന്നിരുന്നു. ആ കടലാസ് ശരീരത്തിന്റെയും കഫംപുടയുടെയും നടുവിലായി വെക്കാൻ പറഞ്ഞു. ആ കടലാസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പോക്കറ്റിൽ നിന്ന് മിഹ്റാബിൽ വന്ന് വീണ കടലാസ് എടുത്തുയർത്തുമ്പോ ഉടനെ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇത് തന്നെയാണ് ഞാൻ എഴുതി വെച്ച കടലാസ്. ഈ കടലാസ് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? ഈ കടലാസിലാണല്ലോ ഞാൻ ഇന്നലെ വെച്ചത്. ഇതാണല്ലോ കഫംപുടയുടെ ഉള്ളിൽ വെച്ചത്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് ഉപകാരങ്ങൾ ആ സമ്പത്ത് കൊണ്ടുണ്ടായപ്പോ അല്ലാഹു എത്ര പെട്ടെന്നാണ് സ്വർഗം നൽകിയത്, എത്ര പെട്ടെന്നാണ് അല്ലാഹു സന്തോഷം നൽകിയത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഉപകാരം അധികരിച്ച ആളുകൾക്ക് ധർമ്മം കൊടുക്കുന്നത് മാറ്റമുണ്ട്. സാധാ രൂപം പോലെയല്ല. ഇത് പറഞ്ഞ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, ആര് നമ്മുടെ അടുത്ത് വന്നാലും കുടുംബക്കാർക്ക് ഇപ്പൊ കൊടുക്കാൻ ഉദ്ദേശമില്ല, നിന്റെ കയ്യിലില്ല, എന്നാലും മടുപ്പിക്കരുത്, ശല്യപ്പെടുത്തരുത്. ഫഖുൽ ലഹും ഖൗലൻ മൈസൂറാ. മിസ്കീന്മാര് വന്നു നിന്റെ കയ്യിൽ കൊടുക്കാനില്ല, നല്ല വാക്ക് നീ പറയണം, സന്തോഷിപ്പിക്കുന്ന വാക്ക് പറയണം. അതേ, വിഷമിപ്പിക്കുന്നൊരു വാക്ക് പറയരുത്. ഇനി സമ്പത്ത് നീ സ്വരൂപിച്ച് വിതരണം ചെയ്യുന്നതിന്റെ രൂപം അല്ലാഹു തആല പറഞ്ഞു, വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക്. നിന്റെ കയ്യ് നിന്റെ പരടിയിലേക്ക് കൂട്ടിക്കെട്ടി വരിഞ്ഞ് മുറുക്കി കെട്ടിയ രൂപത്തിലാക്കരുത്.
വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക്, നിന്റെ കയ്യ് നിന്റെ പരടിയിലേക്ക് ഒരു ചങ്ങല എടുത്ത് കൂട്ടിക്കെട്ടിയ രൂപത്തിലാക്കരുത്. അഥവാ ഒരു വഴിക്കും കൊടുക്കാത്ത പിശുക്കനാകരുത്. എവിടേക്കും കൊടുക്കൂല, ആർക്കും കൊടുക്കൂല. അവന്റെ കൈ കെട്ടിവെച്ചിരിക്കുകയാണ്, പൂട്ടിവെച്ചിരിക്കുകയാണ്. ഒരു മാർഗത്തിലും കൊടുക്കൂല, ഒരാൾക്കും കൊടുക്കൂല. കൊടുക്കേണ്ട സന്ദർഭങ്ങൾ വന്നാൽ അവന് ബേജാറാണ്. അഥവാ എണീറ്റ് പോകാൻ നോക്കും, കഴിഞ്ഞില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളയും. വലിയ ബേജാറാണ്. ബഖീലിന്റെ സ്വഭാവമാണ് അല്ലാഹു ഇത് പറയുന്നത്. വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക്, നിന്റെ കയ്യെ നിന്റെ പരടിയിലേക്ക് കെട്ടിക്കൂട്ടിയ രൂപത്തിലാക്കരുത്. അതേ ബുഖ്ലുത്തരം ലാ തകുൻ ബഖീലൻ മനൂആ, ആർക്കും ഒന്നും കൊടുക്കാത്തൊരു പിശുക്കനാകരുത്. ഒരാൾക്കും കൊടുക്കൂല. ലാ തുഅതി അഹദൻ ഷൈഅ, ഒരാൾക്കും കൊടുക്കൂല എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ നിന്റെ സമ്പത്ത് നിന്റെ കയ്യിലുണ്ട്, നിന്റെ ഭാര്യ മക്കൾക്ക് വരെ നേർക്ക് നേരെ ചെലവ് കൊടുക്കൂല. അങ്ങനത്തെ ഭാര്യ സന്താനങ്ങൾ വരെ നിന്നെ കൊണ്ട് ഇടങ്ങേറാണ്. മൂപ്പരൊന്നും മരിച്ചാ നല്ലൽക്ക് ജീവിക്കായിരുന്നു. അല്ലാ, അങ്ങനത്തെ കുടുംബനാഥന്മാരാക്കരുത്. മൂപ്പര് എന്നും വാങ്ങാം. എത്ര പെരുന്നാൾ വന്നാലും എത്ര വെള്ളിയാഴ്ച വന്നാലും ആകെ വാങ്ങും ഒരു 200 മത്തി. ഇവിടെ ആണെങ്കിൽ ആകെ 5-6 ആൾക്കാർ 200 മത്തി. എത്ര ചില കഷ്ടം വെക്കണത്. 200 മത്തി പറഞ്ഞാൽ ഒരു 20-30 ഉറുപ്പ്യക്ക് ഇല്ലാഞ്ഞിട്ടല്ല ഉപ്പരത്തുണ്ട്. തീർന്നു പോകുമോ എന്നുള്ള പേടി ഉപ്പരക്ക്. തീർന്നു പോകുന്നില്ല. അതുകൊണ്ടല്ലേ കൊടുക്കാൻ ഇങ്ങനെ പിശുക്കി കളിച്ചപ്പോ ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു അൻഹ, ഈ ഹിന്ദ് ഉത്ബത്ത് ബിൻ റബിയയുടെ മകളാ. ഞാനൂർ റളിയല്ലാഹു അൻഹു അല്ല, ഉത്ബ എന്ന് പറഞ്ഞാൽ ബദർ ശത്രുപക്ഷത്ത് ആദ്യം കൊല്ലപ്പെട്ട ആളാണ്. റബിയന്റെ മകൻ ഉത്ബന്റെ മകളാണ് ഹിന്ദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന അബാ സുഫിയാന റജുലുൻ ഷഹീഹുൻ, ഇന്ന അബാ സുഫിയാന റജുലുൻ മിസ്സീകുൻ. എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ വല്ലാതെ തടഞ്ഞു നിർത്തുന്നുണ്ട് സമ്പത്ത്. അങ്ങനെ കൂട്ടി പിടിച്ചു വെക്കാൻ അങ്ങോട്ട് തരുന്നില്ല കാര്യമായിട്ട്. ഞാൻ ആകെ കുടുങ്ങിയിട്ടുണ്ട്. എൻ്റെ മക്കൾക്കൊന്നും ചിലപ്പോൾ വേണ്ടത്ര ഒന്നും കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ടാകൂല. എന്താ നബിയെ ഞാൻ ചെയ്യുക? ഞാൻ അവർക്കും എനിക്കും ഉപകാരത്തിന് അദ്ദേഹത്തിന്റെ സമ്പത്ത് അവിടെയും ഇവിടെയൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങ് എടുത്തോട്ടെ, അത് ചോദിക്കാനാ വന്നത്. തങ്ങൾ പറഞ്ഞു, ഖുദീ മാ യക്ഫീകി വവലദകി ബിൽ മഅറൂഫ്, നിനക്കും മക്കൾക്കും നല്ല രൂപത്തിൽ പാകത്തിനുള്ളത് അങ്ങ് എടുത്തോളൂ, ചോദിക്കൊന്നും വേണ്ട. തീരെ തരാത്ത ബഖീലന്മാരായ ഭർത്താക്കന്മാരാണെങ്കിൽ പോക്കറ്റ് എവിടെയെങ്കിലൊക്കെ തൂക്കിയിടല്ലോ, എപ്പോഴെങ്കിലും കുളിക്കാനോ മറ്റൊക്കെ ആയിട്ട് പോക്കറ്റിലേക്ക് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് 100-200 ഒക്കെ നിങ്ങൾ എടുത്തോളി സഹോദരന്മാർ, കുഴപ്പമില്ല. തീരെ തരാൻ ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഒന്നിനും തരൂല, ഒരു സംഗതിക്കും തരൂല. എത്ര കഷ്ടപ്പാടാണ്. ഹോസ്പിറ്റലിൽ പോകല്ലേ, തിരിച്ചിങ്ങോട്ട് വാഹനം കിട്ടാന്നാൽ ഏതെങ്കിലും ഓട്ടോറിക്ഷയ്ക്ക് വരണ്ട, നിങ്ങൾ കുറച്ച് കാശ് വാഹനം കിട്ടും. ഇല്ലെങ്കിൽ നീ അവിടെ റോട്ടിൽ നിന്ന് ഇങ്ങനെ കയ്യാട്ടെ ആരെങ്കിലും സൗജന്യം കൊടുന്നിറക്കിയോളൂ. ആരോടെ പറയണത്? സ്വന്തം ഭാര്യയോടോ? റോഡ് സൈഡിലേക്ക് നിന്നാൽ മതി, പരിചയക്കാരെങ്കിലും നിർത്തിയോടെ കൊടുന്നിറക്കിയോളൂ. അതാ മാന്യത. നീ ഇതാ 50 രൂപക്ക് അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചിങ്ങോട്ട് വന്നോ. അവിടെ ഇങ്ങനെ നിന്ന് ബുദ്ധിമുട്ടാകാൻ പാടില്ല. ആ നേരം കൂടി ഇവിടെ ഉപയോഗപ്പെടുത്തിയാൽ എന്തെങ്കിലും പണിയെടുക്കാലോ. അതിന് പകരം ഞാൻ അവിടെ നിന്നാൽ മതി, ഏതെങ്കിലും നാട്ടുകാർ പരിചയക്കാർ വരുമ്പോൾ എന്നെ കയറ്റിക്കൊണ്ടുവന്നോളൂ. ഇങ്ങനെയുള്ള മറുപടിയാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ അവിടെ എൻ്റെ വീട്ടിൽ പോവാണ്, ഉമ്മാനൊന്ന് കാണണം. പുരയെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും, സുന്നത്തില്ലേ. നിങ്ങൾ 100 രൂപ തരും. 100? ഒരു 50 രൂപ തരാം വണ്ടിക്കൂലിക്കും. അവിടെ എത്തിയിട്ട് 10 രൂപൻ്റെ ഈത്തപ്പഴ പാക്കറ്റ് ഇപ്പം കിട്ടൂല കേട്ടോ. അത് പണ്ടേന്ന് 10 രൂപൻ്റെ ഈത്തപ്പഴ പാക്കറ്റ്, അത് വാങ്ങിയിട്ട് കൊണ്ടുപോയാൽ മതി. അങ്ങനെ പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം? എന്നാ പിന്നെ ശരിയെന്നും പറയാം. കുറച്ച് കഴിഞ്ഞ് ഉപ്പരി കുളിക്കാൻ പോയി, അപ്പോൾ പോക്കറ്റിലുണ്ട് കാശ്. ആവശ്യമുള്ള 100 അല്ലേ, 100 എടുത്തു. ഏറെടുക്കണ്ട. ഏറെടുക്കാൻ പാടില്ല. ബിൽ മഅറൂഫ്, പാകത്തിന് തരാൻ. ഞാൻ എന്ത് ചെയ്യും? വെള്ളിയാഴ്ച ആയ മുഅ്മിനീങ്ങൾക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ്. നിങ്ങളൊരു 1/2 കിലോ ഇറച്ചി വാങ്ങിക്കോട്ടെ. ഇറച്ചി പെരുന്നാളിനൊന്ന് മാത്രം വാങ്ങാൻ കഴിവുണ്ട്. മൂപ്പര് നിലക്കും ഇറച്ചിക്ക് തുനിയുന്നില്ല. എന്നാൽ ഒരു 1/2 കിലോ ഇറച്ചിക്കിനും വാങ്ങണ്ടേ, അതിനുള്ള പൈസ ഏറെടുക്കണ്ട, അതിനുള്ള കാശ്. എന്ത് ചെയ്യും? ജീവിക്കാൻ, ഇസ്സത്തോടെ ജീവിക്കാൻ അല്ലാഹു തആല തന്നത് ദൂർത്തൊന്നും ആകാതെ പാകത്തിന് നല്ല സന്തോഷത്തിന് ജീവിക്കണം. ഏറ്റവും കൂലി കിട്ടുന്നത്, സന്തോഷം കിട്ടുന്നത് ദുന്യാവിലും ആഖിറത്തിലും
ഭാര്യ മക്കൾക്ക് ബാപ്പ ഉമ്മമാർ കൊടുക്കുന്ന ചെലവിനാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അത്ര വലിയ സന്തോഷം ആഖിറത്തിൽ എന്തിനാ? നല്ല ഭക്ഷണം അവർ കഴിക്കുന്ന ആ കൂട്ടത്തിൽ നമ്മൾ കഴിക്കുക, അൽഹംദുലില്ലാ, ഇത്ര വലിയ സന്തോഷം എന്താ? അതിന് തീരെ കൊടുക്കാതാകരുത്, ഒരു സംഗതിക്കും കൊടുക്കൂല. എന്തെല്ലാം ചെലവുകൾ കുടുംബത്തിന് വരും, ആ പാകത്തിന് കൊടുക്കണം, കഴിവനുസരിച്ച്. ഒരു സ്ഥലത്തേക്കും കൊടുക്കാതെ തടി തപ്പരുത്, കാരണം പറഞ്ഞു മുങ്ങരുത്. വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക്, നിന്റെ കൈ നിന്റെ പരടിയിലേക്ക് നീ കൂട്ടിക്കെട്ടരുത്. മറ്റൊരു വശമുണ്ട്, വലാ തബ്സുതുഹാ കുല്ലൽ ബസ്തി, ഉള്ളത് മുഴുവനും ഒന്നാകെ അങ്ങ് കൊടുത്തു തീർക്കരുത്. സമ്പത്തും മുഴുവനും അടിച്ചു പൊളിച്ചങ്ങ് തീർക്കരുത്. നിന്റെ കയ്യിലുള്ളത് മൊത്തം ഒറ്റടിക്ക് അങ്ങ് തീർക്കുക. തീർത്തിട്ട് പിന്നെ പോകാനോ കടം വാങ്ങുക, അവിടെ എത്തിയിട്ടും അങ്ങനെ തീർക്ക, ഇങ്ങോട്ട് വരാനും കടം വാങ്ങുക. അങ്ങനെ ചില മച്ചന്മാർ ഇവിടെ കൊണ്ടൊരു 6 മാസം അങ്ങോട്ട് അടിച്ച് പൊളിച്ച് തീർ. ടിക്കറ്റിനെ പൈസല്ല, ഒരു 40 റുപ്യ, ഈ ഒരു 40 റുപ്യ, ഈ ഒരു റുപ്യ, 1 ലക്ഷം ടിക്കറ്റ് എടുക്കാൻ കടം. നാളെ പോകാനാ, പോയിട്ട് അയച്ചു തരും, പോയിട്ട് അയച്ചു കൊടുക്കും, അയച്ചു കൊടുത്ത് പിന്നെ അവിടെ ഒരു കൊല്ലം അടിച്ചു പൊളിച്ച് റെഡിയാക്കി ഇങ്ങോട്ട് വരാൻ അതിന് കടമാകുക, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനും കടമാകുക. ഇതെന്നാ തീരുക? അങ്ങനെ അങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ പാടില്ല, പാകത്തിന്. അങ്ങനെ അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞ് എപ്പോഴെങ്കിലും നിനക്ക് കഴിയാതെയായാൽ, നിനക്ക് കൊടുക്കാനും സമ്പാദിക്കാനും കഴിയാത്തൊരവസ്ഥ വരുമ്പോ ഫതഖഉദ മലൂമൻ മഹ്സൂറാ, വീട്ടിൽ നീ അങ്ങ് കുത്തിയിരിക്കും. മലൂമൻ, ആക്ഷേപം കിട്ടിയിട്ട് ജനങ്ങളും നിന്നെ ശപിക്കും, പുരക്കാരും ശപിക്കും, എല്ലാവരും ആക്ഷേപിക്കും, എല്ലാവരും പറയും ആ ആക്ഷേപം സഹിക്കാൻ കഴിയാ നീ അവിടെ ഇരിക്കും. മഹ്സൂറാ, ദുർബലനായി, തളർന്നവനായി, ക്ഷീണിച്ചവനായി, ഒന്നിനും കഴിയാത്തവനായി. ആളുകൾ വന്നോക്കുമ്പോ നീ ടെൻഷനിലാണ്, വല്ലാത്ത മൂഡ് ഓഫിലാണ്. എന്താന്ന് ചോദിക്കുമ്പോ ഒക്കെ പോയി, ഇനി എന്നെ കൊണ്ടൊന്നും കഴിയാത്ത അവസ്ഥയിലായി, ക്ഷീണിച്ചു പോയി. അങ്ങനെ അങ്ങോട്ട് തൊലച്ചു തീർക്കരുത്. വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്തി, ഇത് പെരുംതൂർത്താണ് എന്ന് ഖുർആൻ പണ്ഡിതന്മാര് പറയുന്നുണ്ട്. പെരുംതൂർത്ത് എന്ന് പറഞ്ഞാല് മനുഷ്യന് ഭാരം കൂടുന്ന, ദുഃഖം കൂടുന്ന ദൂർത്ത്. അങ്ങനെ പെരുന്തൂർത്ത് നടത്തിയിട്ട് ക്ഷീണിച്ചുകൊണ്ട് നീ അങ്ങ് ഇരിക്കരുത്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ 2 വിഷയമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത് ബുഖലാണ്, രണ്ടാമത്തത് ഇസ്രാഫാണ്. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഇസ്രാഫും തബ്ദീറും വ്യത്യാസമുണ്ടോ? ഉണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഇസ്രാഫിന്റെ മിക്ക മേഖലകളും ഹറാമാണ്. ഇസ്രാഫിന്റെ മിക്ക മേഖലകളും ഹറാമിൽ കലാശിക്കും. തബ്ദീർ അങ്ങനെയല്ല, കുറെ ഹലാലായ വശത്തിലുണ്ടാകും ദുർവ്യയം ചെയ്യുന്നത്. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ പരിധി അപ്പുറത്തേക്ക് ലംഘിച്ചു പോയി, പരിധി വിട്ടുപോയി, പലതും അതിൽ ഹറാമിലാണ് എത്തിച്ചേരുക. എല്ലാ രംഗങ്ങളിലും അങ്ങനെയായി പോകും. അങ്ങനെ ഉണ്ടാകരുത്. നിന്റെ കയ്യിൽ കാശുണ്ട്, കാശിന് നീ അങ്ങ് പന്തയം വെച്ചു, അല്ലെങ്കിൽ ചൂതാട്ടം കളിച്ചു, അല്ലെങ്കിൽ അതുപോലെയുള്ള മത്സരക്കളി കളിച്ചു. തീർത്ത് ലാസ്റ്റ് നീ ഒന്നിനും കൊള്ളാത്തവനായി, നീ ദുഃഖിച്ചുകൊണ്ട് വീട്ടിലിരിപ്പായി. പിന്നെ നിനക്ക് കളി വേണ്ട, ഒന്നും വേണ്ട. പിന്നെയാ നീ കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നത്. അപ്പോഴേക്ക് ഫതഖഉദ മലൂമൻ മഹ്സൂറാ, നീ ദുഃഖിതനായി, തളർന്നവനായി വീട്ടിലിരിക്കേണ്ടി വരും. ഇതിന്റെ ഇടയിൽ ഒരവസ്ഥയുണ്ട്, മിതമായ അവസ്ഥ. അതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ ശൈലി. എല്ലാ രംഗങ്ങളിലും ബൈനൽ ഇഫ്റാത്തി വത്തഫ്രീത്ത്, വീഴ്ച വരുത്തുന്നതിന്റെയും പറ്റ പിശിക്കുന്നതിന്റെയും കുറവാക്കുന്നതിന്റെയും ഇടയിൽ ഒരു മധ്യ നിലപാടുണ്ട്. വിശുദ്ധ ഇസ്ലാമിന്റെ മേഖലകൾ മൊത്തം അങ്ങനെയാണ്. അതാണ് വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ, മിതത്വം പാലിക്കുന്ന, മിതത്വം പുലർത്തുന്ന ഒരു സമൂഹമാക്കി നിങ്ങളെ നമ്മൾ സൃഷ്ടിച്ചു. അങ്ങനല്ലേ അല്ലാഹു തആല പറഞ്ഞത്? എല്ലാത്തിലും ഭക്ഷണം കഴിക്കുന്നിടത്ത് അല്ലാഹു തആല പറഞ്ഞ എങ്ങനെ? കുലു വഷ്റബു, ബാക്കി ഒന്നുമില്ലല്ലേ? ബാക്കിയുണ്ട് വലാ തുസ്രിഫൂ, അതാ പാകാക്കളെന്നുള്ളതിന്റെ അർത്ഥം. അത് കുലു വഷ്റബു ഹനിയം ബിമാ കുന്തും എല്ലാവരും ഓതുന്നത്, അങ്ങനല്ല. കുലു വഷ്റബു വലാ തുസ്രിഫൂ, മരുന്നായി, പാകായി. ഭക്ഷിക്കണം, കുടിക്കണം, എത്ര പാകത്തിന്. വലാ തുസ്രിഫൂ, ഓവറാകരുത്, ഏറാകരുത്. ഇസ്ലാമിലുള്ള ഏറ്റവും വലിയ ചികിത്സയാണത്. ഹാറൂൺ റഷീദിനോട് ഒരാൾ വന്ന് ചോദിച്ചില്ലേ,
വിശുദ്ധ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രോഗങ്ങൾക്കുള്ള ഒറ്റമൂലി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഹാറൂൻ റഷീദ് നല്ല രാജാവ്. ഹാറൂൻ റഷീദ് ഇങ്ങനെ ചിന്തിച്ചു. ഒരു പണ്ഡിതനെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, ഇയാളൊരു ചോദ്യം ചോദിക്കണം, കനപ്പെട്ട ചോദ്യമാണ്, അടുത്ത് വല്ല മരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഖുർആനിൽ ആ മരുന്നാകണ എല്ലാ രോഗങ്ങൾക്കുള്ള നിയന്ത്രണം ഉണ്ട്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, യാ ബനീ ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. കേട്ട ആള് പറഞ്ഞു, ഇത്ര നല്ല മരുന്ന്, കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ അല്ലേ? ഏത് ഡോക്ടർമാരാ ഇത് പറയാത്ത? കുലു വശ്റബൂ വലാ തുസ്രിഫൂ. ഭക്ഷിക്കണം, കുടിക്കണം, രണ്ടും, ഭക്ഷണവും അന്നപാനീയങ്ങൾ രണ്ടും. ഒന്നും ഓവറാക്കാൻ പറ്റൂല, എല്ലാത്തിനും ഉണ്ട് പാകം. വലാ തുസ്രിഫൂ, അമിതമാകരുത്. ഏതെങ്കിലും ഒന്ന് അമിതമായാൽ അതിനനുസരിച്ചുള്ള അവസ്ഥ നമ്മുടെ ശരീരത്തിന് മാറ്റം ഉണ്ടാകും. പാകത്തിന്. ചിലര് പറയും രാവിലത്തെ ഭക്ഷണം ആയതുകൊണ്ട് രാജാക്കന്മാരെ പോലെ കഴിക്കണം, ഉച്ചക്ക് അവരെ കൂടെ ഇരുന്ന അതേപോലത്തെ വേറെ ഡയലോഗ് കേൾക്കാം, വൈകുന്നേരം വേറൊന്നും കേൾക്കാം, ഫുൾ ടൈം അങ്ങനെ നടത്തും. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. രാവിലെ ആയതുകൊണ്ട് രാജാക്കന്മാരെ പോലെ കേൾക്കണം, ഇനി ഉച്ചക്ക് വേറെന്താ പറയുന്ന അറിയില്ല, വേറെന്തെങ്കിലും ഭാഷ പറയും. അങ്ങനെയല്ല, പൊതുവെ ഓരോരുത്തർക്കും പാകത്തിന്, അവനവന്റെ ശരീരത്തിന്, വയസ്സിന്, ക്ഷീണത്തിന്, വലുപ്പത്തിനൊക്കെ പാകത്തിനുള്ള ഭക്ഷണം. അതെത്രയും തിട്ടപ്പെടുത്തി പറയാൻ കഴിയില്ലല്ലോ, ഓരോ അവസ്ഥ ഓരോരുത്തരുടെ അവസ്ഥയല്ലേ. അതുകൊണ്ടാണ് ഖുർആൻ ഒറ്റ ഭാഷയിൽ പറഞ്ഞു, വലാ തുസ്രിഫൂ, അമിതമാകരുത്. അമിതമായ വലിയ പ്രശ്നമാണ്, ഒരുപാട് നന്മകൾക്ക് തടസ്സമാണ്, ഒരുപാട് വിഷയങ്ങൾക്ക് പ്രശ്നമാണ്. ഏറ്റവും അത് പ്രശ്നം ബാധിക്കുന്നത് വളർന്നു വരുന്ന കുട്ടികളിലാണ്. കുട്ടികൾക്കാണ് ഏറ്റവും പാകപ്പെടുത്തേണ്ടത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുട്ടികളുടെ ബുദ്ധി ഓരോ വർഷവും വർദ്ധിക്കുന്ന, വകതിരിവ് കൂടി വരുന്ന ബുദ്ധിയാണ്. അതിന് കത്തിവെക്കുന്ന ഒരു സ്വഭാവമാണ്. ഇഷ്ടം പോലെ കുടിക്കാനും ഭുജിക്കാനും നൽകുക, ലിമിറ്റ് ചെയ്യണം. ചിലരൊന്ന് കേസ് പറയും, ഭക്ഷണം പള്ള നിറയെ കഴിക്കുന്നില്ല കുട്ടി, അതാ പറയുന്നത്. അപ്പൊ തിരിച്ചു നമ്മൾ ചോദിക്കും, പാകത്തിന് കഴിക്കുന്നുണ്ട്, പാകത്തിന് കഴിക്കുന്നുണ്ട്, പക്ഷെ പള്ള നിറയെ കഴിക്കുന്നില്ല. പള്ള നിറയെ കഴിക്കണ്ട, പാകത്തിന് കഴിച്ചാൽ മതി. അൽഹംദുലില്ലാ, പാത്രം മദീന്ന് കുട്ടി പറഞ്ഞാൽ മദീന്ന് കരുതണം. മതിയാക്കാനായിട്ടില്ല, ആ പാത്രത്തിലുള്ള ഫുള്ള് കഴിക്കണം. പിന്നെ ആ കുട്ടി ഇങ്ങനെ നടത്തം കണ്ട് ബാക്കിയുള്ളവരെ കുട്ടീനെ ബഹുമാനിക്കേണ്ടി വരികയാണ്. ആ ഒരവസ്ഥയിലേക്ക് പാകപ്പെടുത്തണ്ട, പാകത്തിന് മതി. അവിടെ ആ കുട്ടിയുടെ ആരോഗ്യവും വളർച്ചയും നിലനിൽക്കാൻ പാകത്തിനുള്ളത് അത്രേ കൊടുക്കേണ്ടത്. നിങ്ങളൊക്കെ ചെറുപ്പത്തിലുള്ള ഭക്ഷണശീലം ചിന്തിച്ചു നോക്കി. ചിലർ പറഞ്ഞു, ഉസ്താദ് അന്ന് ഇല്ലാത്തതുകൊണ്ടാണ്. അന്നുണ്ടെങ്കിലും അത്രേ തരുള്ളൂ. കാരണം രക്ഷിതാക്കൾ, നമ്മുടെ ഉപ്പമാര് ഉമ്മമാര് ആ ഒരു ബോധം നല്ലോണം ഉള്ളവരാണ്. അതിന് പാകപ്പെടുത്തിയവർ തരുള്ളൂ. അത് ഇപ്പൊ കിട്ടിയ സ്മൂത്തല്ല, കുറച്ചുകൂടി പരുക്കൻ ഭക്ഷണമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ കൂടുതൽ രുചി അറിയുന്നത്. ഇപ്പോഴുള്ള തലമുറയിലേക്ക് ഇനി അടുത്ത രുചി വേറെ ആണെങ്കിൽ വേറെ രുചി, വിഭവ സമൃദ്ധമായ വേറെ രുചിക്കുട്ടികൾ വരണം, അപ്പോഴവർക്ക് രുചി അറിയുള്ളൂ. മുമ്പത്തെ കാലത്ത് ആ റൊട്ടി, പരുക്കൻ റൊട്ടി ഇങ്ങനെ കിട്ടുമ്പോ പിന്നെ കിട്ടുന്ന ഭക്ഷണങ്ങൾക്ക് എല്ലാത്തിനും സ്വാദാണ്, രുചിയാണ്. അന്ന് അതിന്റെ കാൽഭാഗം, അരഭാഗം, മുക്കാൽ ഭാഗം ഒക്കെയാണ് രാവിലത്തെ ഒരു ഭക്ഷണം. അതിലേക്കുള്ള ഒരു ഗ്ലാസ് ചായയും. അതാണ്. ഇന്നെന്തെല്ലാം ചേരുവകളുണ്ട്, എത്ര ഉണ്ടെങ്കിലും പാകപ്പെടുത്തണം. അവിടെയും ഇസ്രാഫ് വേണ്ട. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉളു എടുക്കുന്നിടത്ത് വരെ പറഞ്ഞില്ലേ? ആളുകൾ ശ്രദ്ധിക്കാത്തൊരു മേഖലയാണത്. അവിടെ വരെ തങ്ങൾ പറഞ്ഞില്ലേ, സമുദ്ര തീരത്തു നിന്നാണ്, പുഴവക്കിൽ നിന്നാണ് ഉളു എടുക്കുന്നതെങ്കിലും ഇസ്രാഫ് പാടില്ല, മിതം പാടില്ല. ഓവറായാൽ എല്ലായിടത്തും പ്രശ്നമാണ്. അതാണ് അതിൻ്റെ ഇടയിൽ മിതത്വം സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞത്. നീ പറ്റ പിശുക്കനാകരുത്, പാകത്തിന് ചെലവഴിക്കുന്നവനാകണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സമ്പത്ത് ചെലവഴിക്കുക എന്നത് വലിയ ശ്രേഷ്ഠതയുള്ള ഒരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എന്നോട്. തങ്ങൾ പറയാണ്, എന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൻഫിഖ് ഉൻഫിഖ് അലൈക്, നിങ്ങൾ ചെലവാക്കിക്കോ, നിങ്ങൾക്ക് ചെലവിനുള്ളത് ഞാൻ അങ്ങ് തരും. നിങ്ങൾക്ക് മേൽ ചെലവാക്കാൻ ആവശ്യമായത് ഞാൻ അങ്ങ് തരും, നിങ്ങൾ ചെലവാക്കിക്കോളി, ധൈര്യപ്പെട്ട് ചെലവാക്കിക്കോളി. അതുകൊണ്ടാണ് എല്ലാ ദിവസവും രാവിലെ നേരം പുലരുമ്പോഴേക്ക് മലക്കുകൾ ഇറങ്ങി വന്ന് പ്രാർത്ഥന നടത്തുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ
അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ, ചെലവഴിക്കുന്ന ആൾക്ക് നീ പകരം കൊടുക്കണമല്ലാ, ചെലവഴിക്കുന്ന ആൾക്ക് നീ പകരം കൊടുക്കണം, വർധനവ് കൊടുക്കണം. അയാൾ ചെലവഴിക്കുന്ന നമ്മുടെ സദസ്സിൻ്റെ പിന്നിൽ ഗേറ്റിൻ്റെ മുന്നിൽ ഒരു വാഹനം നിർത്തിയിട്ടുണ്ട്. KL 57 N 1858. ആ വാഹനം ആൾട്ടോ അവിടെ നിന്ന് മാറ്റി കൊടുക്കേണ്ടതാണ്. എന്നും രാവിലെ ദുആ ചെയ്യുന്നു മലക്കുകൾ, ചെലവഴിക്കുന്ന ആൾക്ക് പകരം കൊടുക്കാൻ. അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ, ചെലവഴിക്കേണ്ട മേഖലയിലും പിടിച്ചു വെക്കുന്ന ആൾക്ക്, പിശുക്കി വെക്കുന്ന ആൾക്ക് നീ നാശം കൊടുക്കണം. ഏത് വകുപ്പിലൂടെയാ നാശം വരുന്നത് സഹോദരങ്ങളെ? അവന് ഉപകാരപ്പെടാത്ത മേഖലയിലൂടെ ആ സമ്പത്ത് അങ്ങ് തീർന്നു പോകും. ഒരുപക്ഷെ ആ സമ്പത്ത് അവനിൽ നിന്ന് അപഹരിക്കപ്പെട്ടു പോകും. അല്ലെങ്കിലോ ഒരു ഉപകാരവും ഇല്ലാത്ത രീതിയിൽ ഒരുപാട് ക്ഷീണങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി സമ്പത്ത് തീർന്നു പോകും. അവന്റെ ക്ഷീണം മാറ്റാൻ തന്നെ ഇഷ്ടം പോലെ കൊടുക്കേണ്ടി വന്നു. ഈ ക്ഷീണമൊന്നും ഉണ്ടാകൂലായിരുന്നു ഇന്നലെ കൊടുത്തെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഇയ്യാകും വശുഹ, പിശുക്ക് നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹു അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങളെ പൂർവീകരെ നശിപ്പിച്ചൊരു വിഷയമാണ് പിശുക്ക് എന്നത്. ആവശ്യത്തിനും അത്യാവശ്യത്തിനും കൊടുക്കാത്ത തരത്തിലുള്ള ലുബ്ദ് അതുണ്ടാകരുത്. അതേ, അമറഹും ബിൽ ബുഖിലി ഫബഖിലു, പിശുക്ക് കൊണ്ട് അവരോട് കൽപ്പിച്ചവർ നന്നായി പിശുക്കി. അവര് തന്നെ മുമ്പുള്ള ആളുകൾ കുടുംബബന്ധം മുറിക്കാൻ അവർ കൽപ്പിച്ചു, അവര് മുറിച്ചു. അനാവശ്യം കൊണ്ട് കൽപ്പിച്ചു, അവരത് ചെയ്തു. അതുകൊണ്ടാണ് അവർ നശിച്ചത് പോയതെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു. കൊടുക്കണമെങ്കിലോ അതിനും നല്ലൊരു തൗഫീഖ് വേണം. കണ്ടില്ലേ, മാ യഖ്റുജു റജുലുൻ സദഖതൻ ഹത്താ യഫുക്കു ലഹ്യൈ 70 ശൈത്വാനാ, ഒരാളും സമ്പത്ത് ഇങ്ങോട്ട് പുറത്തെടുക്കൂല ധർമ്മം ചെയ്യാൻ 70 പിശാചുക്കളെ താടി കെട്ടേക്കുന്നത് വരെ. പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടണം 70 പിശാചുക്കൾ. അത് നമ്മുടെ സ്വന്തത്തിലും കുടുംബത്തിലും ബന്ധുക്കളിലൊക്കെ പല ചിന്തകൾ രൂപപ്പെട്ടു വരും, പല മുറാദുകളൊക്കെ, ഓരോന്നും ഓരോ തരത്തിൽ. മുമ്പ് കുറെ മഹാന്മാർ ഒരുമിച്ച് കൂടിയിട്ടെന്ന് ഒരാൾ പറഞ്ഞു, 70 പിശാചുക്കൾ ഇങ്ങനെ തടസ്സം നിന്ന് വരും എന്ന് പറയുമ്പോൾ, അങ്ങനെ ഹദീസുണ്ട്. ഹദീസാണ് ഇപ്പോൾ ഞാൻ ഓതിയത്, ഇബ്നു കസീർ ഉദ്ധരിച്ച ഹദീസാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ. അങ്ങനെ പറഞ്ഞപ്പോൾ അവരൊക്കെ തള്ളിയിട്ടിട്ട് ഇനി ആ സ്വതക്ക ചെയ്യുമെന്ന് നല്ല പ്രതിജ്ഞ എടുത്ത ഒരാൾ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയിട്ട് അയാൾ സ്വതക്ക ചെയ്യാൻ പറ്റി എന്താ നോക്കുമ്പോൾ നല്ല ധാന്യം ഇരിപ്പുണ്ട് അവിടെ. കുറേ ഗോതമ്പും മറ്റുമൊക്കെ എടുത്ത് അയാളെ അരയിൽ കെട്ടി വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് ഭാര്യ വന്ന് ചോദിച്ചു, നിങ്ങൾ എവിടുക്കാ പോകുന്നത്? ഞാൻ പുറത്തോട്ട് പോവാ. എന്താ നിങ്ങളെ അരയിൽ എന്താ കെട്ടിച്ചത്? അത് കുറച്ച് ഗോതമ്പും കുറച്ച് ധാന്യങ്ങളാണ്. എങ്ങോട്ടാ കൊണ്ടുവന്ന്? ഞങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ, ഇവിടെ തന്നെ വെച്ചേക്കാം. അപ്പൊ അദ്ദേഹം അതിന് കീഴ്പ്പെട്ട് അവിടെ വെച്ചു. ആ സദസ്സിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തുള്ള ഈ ഒരു അവസ്ഥ കണ്ടപ്പോ പരാജയം തോന്നുന്ന രീതിയിലാണ് അദ്ദേഹം കടന്നു വരുന്നത്. എങ്ങനെയുണ്ടെന്ന് വെച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, 69 ആള് ഞാൻ കീഴ്പ്പെടുത്തി, പക്ഷേ 70ാമത്തെ ആളെന്നെ തടഞ്ഞു വെച്ചു. ഒരു രക്ഷയുണ്ടായില്ല. ഞാനത് അവിടെ തന്നെ വെച്ച് തിരിച്ചു പോന്നു. നമ്മുടെ സ്വന്തത്തിൽ തന്നെ ഉദിച്ചു വരുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ തടസ്സങ്ങളായിട്ട്. സത്യത്തിൽ അതൊന്നും തടസ്സങ്ങളല്ല. ചിന്തിച്ചു നോക്കുമ്പോൾ കൊടുത്തിരുന്നെങ്കിൽ എന്ന് പിന്നീട് തോന്നും. ഇവിടെ ഒരു മിതമായ ശൈലിയാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്ലാമിന് എല്ലാ സ്വഭാവത്തിലും 2 വശമുണ്ട്, രണ്ടിന്റെയും നടുവിലാണ്. തീരെ ആരാധന നിർവഹിക്കണ്ട അങ്ങനെ ഒരു ഇസ്ലാമില്ല. അങ്ങനെ ഒരു പക്ഷം ആളുകളുണ്ട് കേട്ടോ. ഈമാൻ ഉണ്ടായാൽ മതി, കർമ്മങ്ങളൊന്നും വേണ്ട, അത് മോശം. എന്നാ ഈ ആരാധനകളൊന്നും പോരാ, കുറച്ചുകൂടി തീവ്രമായ രൂപത്തിൽ മേലോട്ട് വേണം, അതുമില്ല. അതിനിടയിൽ ഒരു മുത്തവസ്സിത്തായ രൂപം. അതുകൊണ്ടല്ലേ എന്നും രാത്രി നിസ്കരിക്കുന്ന അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ലാസ് റളിയല്ലാഹു അൻഹു വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മിതമായ ശൈലി സ്വീകരിക്കണം.
എന്നാൽ വയസ്സിന്റെ അവസാനം വരെ നല്ല നിലക്ക് കൊണ്ടുനടക്കാൻ പറ്റും. നബിയെ എനിക്ക് നല്ല ആരോഗ്യമുണ്ട്. ആരോഗ്യം ഇപ്പൊ തോന്നും, ശരിയാണ്. നിങ്ങൾ രാത്രി ഒരു കാര്യം ചെയ്തോ, രാത്രിന്റെ 1/3 ഭാഗം ഉറങ്ങിക്കോ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട്. പിന്നെ രാത്രിയുടെ അടുത്ത ഭാഗങ്ങളിൽ 1/6 എഴുന്നേറ്റ് നിങ്ങൾ നിസ്കരിച്ചോ. പിന്നെയും സുബഹിന്റെ മുമ്പ് ഒരു 1/3 ഭാഗമുണ്ട്, അത് നിങ്ങൾ ഉറങ്ങിക്കോ. പിന്നെ സുബഹിക്ക് എണീറ്റോ. അത് പോരാ നബിയെ, എനിക്കതിലും അധികം വേണം, എനിക്ക് കൂടുതൽ വേണം. ഇതാണ് ഏറ്റവും അഫ്ളലായ ശൈലി, നിങ്ങൾ അത് ചെയ്തോ. എന്നും എനിക്ക് നോമ്പ് നോൽക്കണം, അങ്ങനെ നിങ്ങൾ വാശി പിടിക്കരുത്. നോമ്പ് ഇങ്ങനെ എണ്ണം കുറച്ചു കൊണ്ടുവന്നു. അതിനൊന്നും ആ സഹാബി വഴങ്ങാതിരുന്നപ്പോ തങ്ങൾ പറഞ്ഞു, എന്നാ നിങ്ങൾ നോമ്പിന്റെ ഏറ്റവും നല്ല ശൈലി പറഞ്ഞു തരാം, സുന്നത്തു നോമ്പ്. സും സിയാമ ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പിന്റെ മാർഗം സ്വീകരിച്ചോളൂ. അതെന്താണ്? കാന യുഫ്തിറു യൗമൻ വയസൂമു യൗമാ. ഒരു ദിവസം നോമ്പുണ്ട്, പിറ്റേ ദിവസം നോമ്പില്ല. അങ്ങനെ ഒന്നരാടം കൊണ്ടുപോയിക്കോളൂ. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു എനിക്കതിലപ്പുറം കഴിയും. എന്നിട്ട് പ്രായാധിക്യത്തിൽ മഹാനവർകൾ പറയുന്നുണ്ട്, യാ ലൈതനീ കുന്തു ഖബിൽതു റുഖ്സത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് തങ്ങൾ തന്ന ആ ഇളവ് ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് തുടരെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അന്ന് പറഞ്ഞത് അന്ന് അങ്ങനെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ അതേ രൂപം ഇന്നും പറ്റുമായിരുന്നു. തീവ്രമായ നിലപാട് വേണ്ട, തീരെ ഇല്ലാത്ത നിലപാടും വേണ്ട. അതിനിടയിൽ മുത്തവസ്സിത്തായ ശൈലിയാണ്. സമ്പത്ത് കൊടുക്കുന്നിടത്തും അങ്ങനെയാണ്. പറ്റ എങ്ങോട്ട് കൊടുത്ത് തീർത്തിട്ട് ഒന്നുമില്ലാത്തവനാകരുത്. തൊലഞ്ഞു നീ ഇരിക്കരുത്. നിന്റെ ആവശ്യങ്ങൾക്കും രൂപങ്ങൾക്കും ഭാവങ്ങൾക്കൊക്കെ കരുതിയിരിക്കണം. തീരെ കൊടുക്കാത്ത അറുപിശുക്കനുമാകരുത്. അതിനിടയിൽ ഒരു മിതമായ സ്വഭാവം സ്വീകരിക്കണം. അതെല്ലാ വിഷയത്തിനുമുണ്ട്. വിശ്വാസരംഗത്തും അതുണ്ട്. വിശ്വാസരംഗത്ത് നിങ്ങൾ നോക്ക്, ഇഫ്രാത്തിന്റെ ശൈലിയുണ്ട്, തഫ്രീത്തിന്റെ ശൈലിയും ഉണ്ട്. വിശ്വസിക്കണ്ട, ഒന്നും വിശ്വസിക്കണ്ട, തീരെ വിശ്വസിക്കണ്ട. പ്രകൃതിയാണ്, ഒക്കെ പ്രകൃതിയുടെ വരദാനമാണ്. അത് വളരെ അന്ധവിശ്വാസമാണ്, ദുഷിച്ച വിശ്വാസമാണ്. അതേ സമയത്ത് തഫ്രീത്ത്, വിശ്വാസത്തിൽ പാകപ്പിഴവുകൾ, ഒരുപാട് വൈകല്യങ്ങൾ ചേർത്ത വിശ്വാസമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ വിശ്വസിക്കുന്ന കുറെ വിശ്വാസികളെ കാണാം. എന്ത്? അലി റളിയല്ലാഹു അൻഹു ആണ് റസൂലാകേണ്ടത്, അതെങ്ങനെയോ വഴിമാറിപ്പോയതാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. ഒരു വിഭാഗം നിസ്കരിക്കുന്നവരാണ്, അവരെ വാങ്കാണ് അഷ്ഹദു അന്ന അലി വലിയുല്ലാ. ചില പള്ളിയിൽ റസൂലുള്ളാ എന്ന് കേൾക്കാം, അങ്ങനെ കേൾക്കാം. എന്തെല്ലാം വാങ്ങും. ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു ഖിലാഫത്തിൽ ആദ്യത്തെ ഖലീഫ ആകേണ്ട ആള് അലി റളിയല്ലാഹു അൻഹു ആണ്. ആ അലി റളിയല്ലാഹു അൻഹു ഉള്ള പന്തലിൽ വെച്ച് അലി റളിയല്ലാഹു അൻഹു അടക്കം ബയ്യത്ത് ചെയ്ത മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസ് കാണാം, ഒരു തർക്കവുമില്ലാതെ. അപ്പൊ ഇത് ദുഷിച്ച വിശ്വാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കാം, വിശ്വസിക്കാം. സ്വഹാബത്ത് വിശ്വസിച്ച പോലെ വിശ്വസിച്ചോളി. അങ്ങനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിലേക്ക് സന്ദേശങ്ങളൊക്കെ ഇങ്ങനെ കൈമാറി ഒക്കെ ഏൽപ്പിച്ചു തന്ന്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏൽപ്പിച്ചു തന്ന് രൂപപ്പെടുത്തി തന്ന ആ രൂപത്തിൽ അത്രമാത്രല്ല. അതിലപ്പുറമുള്ള ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്, ബറക്കത്തുണ്ട്, ആദരവുണ്ട്. ഇതൊക്കെ സ്വഹാബത്ത് പകർന്നു നൽകിയതാണ്. ആ ശൈലിയിൽ തന്നെയാണ് കാണേണ്ടതും സ്വീകരിക്കേണ്ടതും. അപ്പൊ ഒരു മിതത്വത്തിന്റെ ശൈലിയാണ് വിശുദ്ധ ഇസ്ലാം അവിടെ പകർത്തിത്തരുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് ബായാർ തങ്ങളവറുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പൊ ഈ രണ്ടെണ്ണത്തിൻ്റെയും ഇടയിലുള്ള ഒരു ശൈലി വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുന്ന ശൈലി അങ്ങനെയാണ്. മുഴുവനും കൊടുത്തു തീർത്ത് ചെലവ് ചെയ്ത് തീർത്ത ആള് കാര്യങ്ങൾക്കൊന്നും കഴിയാതെ ഓടുന്ന യാത്രക്കിടയിൽ എല്ലാ അവസരങ്ങളും എല്ലാ മാർഗങ്ങളും മുറിഞ്ഞുപോയൊരു യാത്രക്കാരനെ പോലെയാണ്.
ഇമാം ഖഫാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാം കൊടുത്ത് തീർത്ത ആള്, അല്ലെങ്കിൽ എല്ലാം അനാവശ്യത്തിലും മറ്റും തൊലച്ച ആള്, അയാൾ മുഴുവനും ചെലവാക്കി. വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത്, മുഴുവനും നീ അങ്ങ് തീർത്ത് നശിപ്പിക്കരുത്. സമ്പത്തിനോട് നിന്റെ മനസ്സിലുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല നീ അത് തീർക്കുന്നത്, നിന്റെ സുഖത്തിന് വേണ്ടിയോ ദൂർത്തായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അങ്ങനെ അങ്ങോട്ട് അടിച്ചു പൊളിച്ചു തീർത്താൽ പോകുന്ന യാത്രക്കിടയിൽ അവന്റെ വാഹനം കേടായിപ്പോയി. ആ വാഹനം നന്നാക്കാനുള്ള കാശ് അവന്റെ കയ്യിലില്ല, കുടിക്കാനുള്ള വെള്ളമില്ല, ഭക്ഷിക്കാനുള്ള വകുപ്പില്ല, ഒന്നുമില്ലാതെ ഒരാൾ യാത്രയിൽ ഇടയിൽ കുടുങ്ങിയാൽ ഏത് രൂപമുണ്ടാകും? അതേ രൂപമാണ് സമ്പത്ത് മുഴുവനും തൊലച്ചു തീർത്തവന്റെ രൂപം എന്ന് ഇമാം ഖഫാൽ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കാണാം, പഠിപ്പിക്കുന്നത് കാണാം. ആ രൂപത്തിലാകരുത്. അങ്ങനെ അങ്ങോട്ട് കൊടുത്താൽ, തീരെ കൊടുക്കാതിരുന്നാൽ രണ്ട് രൂപത്തിലും കൊടുക്കാതെ അങ്ങനെ പിശിക്കാലും ആളുകൾ പറയും, ആക്ഷേപം ഉണ്ടാകും. കൊടുത്തു പറ്റ തുലച്ചാലും ആളുകൾ പറയും, ആക്ഷേപം. കുടുംബക്കാര്, നാട്ടുകാര്, എല്ലാവരും, മക്കളടക്കം പറയും, എന്തിനാ ബാപ്പ ഏർപ്പാടിന് പോയത്? അതിന് പോയി നിങ്ങൾ മറ്റാളേക്കൊന്നും വാങ്ങി, അവരേക്കൊന്നും വാങ്ങി, ഇവരേക്കൊന്നും വാങ്ങി, പിന്നെ മാസം മാസം എല്ലാവർക്കും കൊടുത്ത് ലാസ്റ്റ് കൊടുക്കാനില്ലാതെ ആയപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള ഞങ്ങളെ താമസിക്കുന്ന വീടടക്കം പണയപ്പെടുത്തി, പിന്നെ നിങ്ങളങ്ങ് മുങ്ങി. ഇപ്പൊ 25 കൊല്ലം കഴിഞ്ഞിട്ടാ തിരിച്ചു വരുന്നത്. ആ ഒരവസ്ഥയിലേക്ക്, പറ്റ ദുഃഖം പേറുന്ന, തളർച്ച പേറുന്ന ഒരവസ്ഥയിലേക്ക് ആകരുത്. അതിനിടയിൽ മിതമായ മാർഗം സ്വീകരിക്കണം. ചെലവ് ചെയ്യുന്നിടത്തും അതുപോലെ തന്നെ സംഭരിക്കുന്നിടത്തും പിശുക്കി വെക്കുന്നിടത്തും മൊത്തം കൊണ്ട് പിശുക്കി ഒരു മേഖലയിലേക്കും കൊടുക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ ഖൈറ് വർദ്ധിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞ ശേഷം നമ്മളോട് പറയുന്നു, ഇന്ന റബ്ബക യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വ യഖ്ദിർ ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറാ. നിന്റെ രക്ഷിതാവ് യബ്സുത്തുർ റിസ്ഖ, ജീവിതമാർഗം വിശാലമാക്കി കൊടുക്കും, ലിമൻ യശാ, അവൻ ഉദ്ദേശിച്ചവർക്ക്, എല്ലാവർക്കും അല്ല. വ യഖ്ദിർ, കണക്കാക്കി കൊടുക്കും, അവൻ ഉദ്ദേശിച്ചവർക്ക്, എല്ലാവർക്കും അല്ല. ചില ആളുകൾക്ക് വിശാലമാക്കി കൊടുക്കും, ചിലർക്ക് അല്ലാഹു ലിമിറ്റ് ചെയ്തു കൊടുക്കും. ആർക്കൊക്കെ അങ്ങനെ കൊടുക്കണം? ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറാ. ആർക്കാണ് നല്ലോണം കൊടുക്കേണ്ടതെന്നും ആർക്കാണ് പാകപ്പെടുത്തി കൊടുക്കേണ്ടതെന്നും അല്ലാഹു വ്യക്തമായി അറിയുന്നവനാണ്. അല്ലാഹു അത് നിരീക്ഷിക്കുന്നവനും അറിയുന്നവനുമാണ്. എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുമോ? ഇല്ല. അങ്ങനെ കൊടുത്താൽ എന്ത് വരും? വലൂബസത്തല്ലാഹു ലിഇബാദിഹി, ജീവിതമാർഗം എല്ലാവർക്കും ഒരുപോലെ വിശാലമാക്കി കൊടുക്കാൻ അല്ലാഹുവിന് കഴിവില്ലാഞ്ഞിട്ടല്ല. കൊടുത്താൽ ലബഗൗ ഫിൽ അർള്, ഭൂമിയിൽ അവർ അതിക്രമം ചെയ്യും, അക്രമം ചെയ്യും. ഒരാളെ മെയിൻറ്റ് വെക്കൂല, ലെവല് വെക്കൂല. കിട്ടുന്നതിനുപരിച്ച് അക്രമങ്ങൾ ഉണ്ടാക്കും, സ്വീകരിക്കാത്തവരെ അടിച്ചമർത്തും, നിയമത്തിന്റെ അപ്പുറം അവർ കളിക്കാൻ നോക്കും. ഇഷ്ടം പോലെ കൊടുത്താൽ ലബഗൗ ഫിൽ അർളി വലാകിൻ യുനസ്സിലു ബിഖദരിൻ മാ യശാ. അല്ലാഹു ഉദ്ദേശിച്ച കണക്കനുസരിച്ച് അല്ലാഹു തആല അങ്ങ് കൊടുക്കും. ചിലർക്ക് അല്ലാഹു തആല സമ്പത്ത് കൊടുക്കും, അവർക്ക് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണെന്ന് അല്ലാഹു തആലക്കറിയും. ഖുദ്സിയായ ഹദീസിൽ കണ്ടില്ലേ, മുഅ്മിനീങ്ങളായ എൻ്റെ അടിമകളിലുണ്ട് ചിലര്, ലാ യസ്ലഹു ഈമാനുഹു ഇല്ലൽ ഗിനാ, അവരെ ഈമാനിന് ഐശ്വര്യമല്ലാതെ യോജിക്കൂല. നല്ലോണം ഐശ്വര്യമുണ്ടെങ്കിലേ അവരെ ഈമാൻ പാകപ്പെട്ട് കിട്ടൂ. എന്താണ് എല്ലാവരും ഇവിടെ ആവശ്യമുള്ളൂ നോക്കി, ബാക്കിയുള്ളവർ പോയി റോട്ടിലുള്ള ആൾക്കാർ കയറിയിരിക്കും. ഈമാനിന് ഐശ്വര്യമല്ലാതെ യോജിക്കൂല, അവർക്കങ്ങ് ഐശ്വര്യം കൊടുക്കും. ലൗ അഫ്ഖർതുഹു ലഅഫ്സദഹു ദാലിക, ദാരിദ്ര്യം കൊടുത്താൽ അവർ ഈമാന് തകരാറായി പോകും. അപ്പൊ അവർ ഈമാന് തകരാറായി പോകുമ്പോൾ അവർക്ക് നല്ല ഐശ്വര്യം കൊടുക്കും. ആ ഐശ്വര്യം അവർ ഈമാനോട് ഫിറ്റാകും, അങ്ങനത്തെ ഒരു കൊടുക്കും. ചില ആളുകളുണ്ട്, ലാ യസ്ലഹു ഈമാനുഹു ഇല്ലൽ ഫഖർ, അവരെ ഈമാനോട് ദാരിദ്ര്യം അല്ലാതെ നന്നാകൂല. അവർക്ക് ഇഷ്ടം പോലെ ഐശ്വര്യം കൊടുത്താലോ അതുകൊണ്ട് അവർ ദുഷിച്ചു പോകും. അപ്പൊ അവർക്ക് പാകപ്പെടുത്തി കൊടുക്കുമല്ലോ, ഈമാനം നഷ്ടപ്പെടുത്താതെ അവർ അങ്ങനെ മുന്നോട്ട് പോകും. ഇതിന്റെ കാര്യം മനസ്സിലാകുന്നുണ്ടോ? നമുക്കൊക്കെ നിശ്ചയിച്ചത് അങ്ങനെയാണെന്ന് കരുതി നല്ല തൃപ്തി നമ്മളിൽ നിന്നുണ്ടാകണം. എനിക്ക് നിശ്ചയിച്ച് ഇത്രയൊന്നല്ല, ഇനിയും ധാരാളമുണ്ട്, എന്താ അങ്ങോട്ട് വരാത്തത്? അതൊക്കെ എനിക്ക് നിശ്ചയിച്ച തന്നെയെന്ന് കരുതിയിട്ട് കടന്ന മാർഗങ്ങളിലൂടെ കൈയിടാൻ പോകരുത്. അള്ളാഹു നിശ്ചയിച്ച ഓരോ വിധാനങ്ങളുണ്ട്, അതിനനുസരിച്ച് ഓരോരുത്തർക്കും തരും. ചിലർക്ക് അല്ലാഹു തആല നല്ല സുഹത്ത് കൊടുക്കും, അവർക്ക് ആരോഗ്യമേ യോജിക്കൂ. അവർക്ക് അനാരോഗ്യം കൊടുത്താൽ അതവരെ ഈമാനെ ഫസാദാക്കും. അപ്പോൾ അവർക്ക് നിത്യേന ആരോഗ്യം കൊടുക്കും. ചില ആളുകളുണ്ട്, അവർക്ക് രോഗമല്ലാതെ യോജിക്കൂല. അവർക്ക് ആരോഗ്യം കൊടുത്താൽ ആ ആരോഗ്യം കൊണ്ട് അവർ ഈമാന് ഫസാദായി പോകും.
അപ്പോൾ അവർക്ക് ഇടക്കിടക്ക് ഇങ്ങനെ രോഗം കൊടുക്കും. ആ രോഗം ഇങ്ങനെ തരങ്ങൾ ഇങ്ങനെ മാറും, ജീവിതം ഇങ്ങനെ മുന്നോട്ട് ഒരുപാട് ഹൈറൊക്കെ ചെയ്യും. പക്ഷേ അവർക്ക് ദറജകൾ കൂടുതലുണ്ടാകും. എല്ലാ രോഗങ്ങളും മാറിക്കൊള്ളുന്നില്ല, മാറാത്ത രോഗങ്ങളും ഉണ്ട്. പക്ഷേ രോഗങ്ങളിൽ നല്ലോണം ക്ഷമിക്കാനും സഹിക്കാനുള്ള കഴിവുണ്ടാകണം. ആർക്കാണ് ഇതൊക്കെ കൊടുക്കേണ്ടത്? ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യന്മാരുടെയും നന്മ അറിയുന്നവനാണ്. ആർക്കെത്ര ഖദർ കൊടുക്കണം, ആർക്ക് വ്യത്യാസപ്പെടുത്തി കൊടുക്കണം. ബാസിത്തും ഖാബിലും രണ്ടും അല്ലാഹു തആലയാണ്. ലിമിറ്റ് ചെയ്ത് കൊടുക്കുന്നവൻ ഖാബില്, വിശാലമാക്കി കൊടുക്കുന്നവൻ ബാസിത്ത്. രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എല്ലാവർക്കും സമ്പത്ത് ഫിറ്റാകൂല, ചിലർക്ക് നല്ലോണം ഫിറ്റാകും. അതുകൊണ്ടല്ലേ സഅലബത്ത് ബിൻ ഹാത്തിബ് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, എനിക്ക് സമ്പത്ത് ഉണ്ടാകാൻ തങ്ങളൊന്ന് അള്ളാഹിനോട് ദ്വാരക്കണം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅലബാ ഖലീലും തുഅദ്ദി ശുക്റഹു ഖൈറും മിൻ കസീരിൻ ലാ തുതീഖുഹു. നല്ല ഒരു അടിവരട്ട് കേൾക്കേണ്ട വാക്കാണ്. ഖലീലും തുഅദ്ദി ശുക്റഹു, കുറഞ്ഞ സമ്പത്ത്, അതിന് ശുക്ർ നിർവഹിക്കാൻ കഴിയുന്ന കുറഞ്ഞ സമ്പത്ത്, ഖൈറും മിൻ കസീർ, ധാരാളമുള്ള സമ്പത്തിനേക്കാൾ ഉത്തമമാണ്. ലാ തുതീഖുഹു, അതിന്റെ ഹക്ക് നിനക്ക് വീട്ടാൻ കഴിയൂല. ഹക്ക് വീട്ടാൻ കഴിയാത്ത ധാരാളമുള്ളതിനേക്കാളും നല്ലത് കുറഞ്ഞ സമ്പത്തുണ്ടാകലാണ്, അതിന് ശുക്ർ ചെയ്ത് മുന്നോട്ട് പോകലാണ്. എല്ലാവർക്കും ഇങ്ങനെ അല്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ധാരാളം സമ്പത്ത് ഉണ്ടാകാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അതവിടെ അങ്ങനെ ഫിറ്റാകും. അല്ലാഹുമ്മ അക്സിർ മാലഹു, സമ്പത്ത് ധാരാളം കൊടുക്ക്. വലദഹു, മക്കളെയും ധാരാളം കൊടുക്ക്. വദ്ഖിൽഹുൽ ജന്ന, സ്വർഗ്ഗവും കൊടുക്ക്. ഈ സ്വഹാബി ഒന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇങ്ങനല്ലേ നല്ലത്? ഉള്ളതിൽ കുറഞ്ഞതിൽ ശുക്ർ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകല്ലേ നല്ലത്? പിന്നെയും പിന്നെയും ഇങ്ങനെ ഓരോ ദിവസവും വന്ന് പറയും, എനിക്ക് സമ്പത്തുണ്ടാകാൻ അള്ളാഹിനോടൊന്ന് ദ്വാരക്കണം, എനിക്ക് സമ്പത്തുണ്ടാകാൻ അള്ളാഹിനോടൊന്ന് ദ്വാരക്കണം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഒരിക്കൽ വന്നപ്പോ നിങ്ങൾക്ക് എന്നെ പോലെ അങ്ങ് കഴിഞ്ഞാൽ പോരെ, ഉള്ളതിന് തൃപ്തിപ്പെട്ട് ഞാനെങ്ങാനും ഉദ്ദേശിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കാണുന്ന മല മുഴുവനും സ്വർണ്ണമാക്കി തരാമെന്ന് പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചയച്ചതല്ലേ. നിങ്ങൾക്ക് ആ ഒരു രൂപത്തിലും മാർഗത്തിലും പോയാൽ പോരെ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാൻ കാരണം? അദ്ദേഹത്തിന് അതിന്റെ ബാധ്യത വിട്ടാൻ കഴിയൂല. ആ സ്വഹാബി കുടുങ്ങണ്ടാന്ന് കരുതിയാ പറഞ്ഞത്. പിന്നെ ആ സ്വഹാബി സത്യം ചെയ്ത് പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ് ലഇൻ റസഖനില്ലാഹു മാലൻ, അല്ലാഹു എനിക്ക് സമ്പത്ത് തന്നാൽ ഉഅ്തിയന്ന കുല്ലദീ ഹഖിൻ ഹഖഹു, ഓരോ അവകാശികൾക്കും അവകാശം ഞാൻ പൂർത്തീകരിച്ചു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിരുന്നു. ചില റിപ്പോർട്ടുകൾ കാണാം, ഏതോ ഒരു വകുപ്പിൽ ഒരു ആടിനെ കിട്ടി, അനന്തര സ്വത്തായിട്ടോ മറ്റൊരു വിഹിതം കിട്ടിയതാണ്. ആ ആടങ്ങ് വളർന്നു, കമായൻ മുദ്ദൂദു, പുഴുക്കൾ വളരും പോലെ ആടങ്ങ് വളർന്നു വികസിച്ചു. മദീന മൊത്തം അദ്ദേഹത്തിന്റെ ആടുകളെ കൊണ്ട് നിറഞ്ഞു. ആ ആടുകളുമായിട്ട് അദ്ദേഹം ഒരു മലഞ്ചെരുവിലങ്ങി ഇറങ്ങി താമസിക്കാൻ തുടങ്ങി, ആടുകളെ മേയിച്ച്. പിന്നെ അതാ ലുഹറിനും അസുറിനും ജമാഅത്തിന് വരാൻ തുടങ്ങി. ബാക്കിയുള്ള ജമാഅത്തുകളൊക്കെ ഒഴിവാക്കി. കുറച്ചുകൂടി വളർന്നപ്പോൾ ജുമാക്ക് മാത്രം വരവായി, ബാക്കിയൊക്കെ ഒഴിവാക്കി. സമ്പത്ത് ഇങ്ങനെ പുരോഗതിപ്പെടുന്നതിനനുസരിച്ച് ജമാഅത്തും കാര്യങ്ങളിൽ നിന്ന് പിറകോട്ട് പോകാണ്. ഇത് മനസ്സിലാക്കിയിട്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖലീലുൻ തുഅദ്ദി ശുക്റഹു ഖൈറും മിൻ കസീരിൻ ലാ തുതീഖുഹു, കുറഞ്ഞത് ശുക്ർ നിർവഹിക്കാൻ കഴിഞ്ഞ കുറഞ്ഞത് അതാണ് ധാരാളമുള്ളതിനേക്കാളും ശുക്ർ നിർവഹിക്കാൻ കഴിയാത്തതിനേക്കാളും ഉത്തമം. അങ്ങനെ പിന്നെ ജുമുഅക്കും വരാത്ത സന്ദർഭമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക് ഇങ്ങനെ അന്വേഷിക്കും. ആ ഇടയാണ് സമ്പത്തുമായി ബന്ധപ്പെട്ട സക്കാത്ത് ആയത്തിറങ്ങുന്നത്. സക്കാത്ത് വാങ്ങണം എന്നതിന് അല്ലാഹു ആയത്തിറക്കിയപ്പോ രണ്ട് സ്വഹാബിമാരെ പറഞ്ഞയച്ചു, നിങ്ങൾ സാലബന്റെ അടുത്ത് പോയിട്ട് സക്കാത്തിന്റെ വിഷയം പറയണം. സാലബന്റെ അടുത്ത് ചെന്നപ്പോൾ അവരെ മടക്കി വിട്ടു. ഞാനൊന്ന് ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ അവിടൊക്കെ പോയി പിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞു. രണ്ടാമതും പോയപ്പോ പറഞ്ഞു, സാലബ പറഞ്ഞു, ഇതൊരു ജിസിയ വാങ്ങലാണ്. ജിസിയ മുസ്ലിങ്ങളിൽ നിന്നല്ലോ വാങ്ങല്. അപ്പോഴേക്ക് ഈമാനിന്റെ അവസ്ഥ മാറിയിട്ടുണ്ട്, നിഫാഖ് കടന്നുകൂടിയിട്ടുണ്ട്, ഖൽബിൽ നിഫാഖിന്റെ അവസ്ഥ വന്നിട്ടുണ്ട്. മഹാദിഹി ഇല്ലാ ജിസിയ ഉഖ്തുൽ ഇജ്സിയ, ഇതൊന്നെങ്കിൽ നികുതി വാങ്ങലാണ്, അല്ലെങ്കിൽ അതിന്റെ സഹോദരിയാണ്, സ്വതക്ക കൊടുത്തില്ല. നേരത്തെ വാക്കെന്തായിരുന്നു? അല്ല തന്നാൽ കൊടുക്കത്തില്ല. ഇതാ ഇപ്പൊ 400-500-ലധികം ആടുകളുണ്ട്. 400 ആടുകൾക്ക് സഹോദരങ്ങളെ ചുരുങ്ങിയ സക്കാത്തല്ലേ ഉള്ളൂ. പക്ഷെ അത് കൊടുക്കാൻ തയ്യാറില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ്?
പിന്നങ്ങനെ മുന്നോട്ട് നീങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, താലബന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്ത്, വമിൻഹും മൻ ആഹദല്ലാഹ ലഇൻ ആതാനാ മിൻ ഫദ്ലിഹി ലനസ്വദ്ദഖന്ന വലനകൂനന്ന മിനസ് സ്വാലിഹീൻ. അവരെ കൂട്ടത്തിലുണ്ട്, മുനാഫികളുടെ കൂട്ടത്തിൽ. അള്ളാഹുവിനോട് അവർ വാക്ക് ചെയ്യും, അള്ളാഹ് ഉദാരത്തിൽ നിന്ന് നമ്മൾ സ്വതക്ക കൊടുക്കും, സ്വാലിഹീങ്ങളിൽ പെടും. അള്ളങ്ങ് കൊടുക്കുമ്പോഴോ അവർ പിശുക്ക് കാണിക്കും എന്നവരെ പറ്റി ആയത്തിറങ്ങി. ഈ ആയത്ത് പോയി ഓതിക്കൊടുത്തു, നിങ്ങളെ വിഷയത്തിൽ ആയത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ താലബൊന്ന് ഉണർന്ന് സക്കാത്തുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ സക്കാത്ത് സ്വീകരിക്കണ്ടെന്ന് അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തേ കാരണം? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, ഫമാ അത്വഅതനി, നിങ്ങൾ എന്നെ അനുസരിച്ചില്ല. വിവിധ കാരണങ്ങൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒന്നുകിൽ അയാളാ കൊണ്ടുവന്നത് അയാളെ ഈമാനൊക്കെ തെറ്റിന്റെ ശേഷമാണ്, നിഫാഖൊക്കെ നല്ലോണം പിടിച്ചതിന്റെ ശേഷം അതുകൊണ്ടാണ് വാങ്ങാതിരുന്നത്. അല്ലെങ്കിൽ റിയാഇനും സുമ്മത്തിനും വേണ്ടിയാണ്, അല്ലെങ്കിൽ തങ്ങൾ പറഞ്ഞ അനുസരിക്കാത്തത് കൊണ്ടാണ്. സ്വീകരിക്കണ്ടെന്ന് അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്, തിരിച്ചുപോയി. തങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കാത്തതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു സ്വീകരിക്കാത്തതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് അദ്ദേഹം മരണപ്പെട്ടു പോയി. ഈ രൂപത്തിലാണ് ജീവിച്ചത്. ഈമാനും കാര്യങ്ങളൊക്കെ തെറ്റിയ രൂപത്തിലായിരുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് വിശാലമാക്കി കൊടുക്കും. ആർക്കും കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അതിനൊരു കടപ്പാടുണ്ട്, അതിനൊരു ഭംഗിയുണ്ട്, നന്ദിയുണ്ട്. ആ രൂപത്തിൽ അതിൻ്റെ ഭംഗിയും നന്ദിയും പുലർത്തി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒക്കെ ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.